JEE അഡ്വാൻസിന്. പക്ഷെ അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ ഇപ്പൊ JEE മെയിൻസ് എഴുതുന്നേക്കാൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ തിങ്കിങ് ആവശ്യമുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കാണുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാറുണ്ട്. കുറച്ചും കൂടെ ഹയർ ലെവൽ തിങ്കിങ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ JEE അഡ്വാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഇൻ ദ സബ്ജക്ട് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ടു ബി അപ്ലൈഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ട് കുറെ തിയറീസോ കോൺസെപ്റ്റ്സോ ഒന്നും നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഉള്ളത് തന്നെ കുറച്ചുകൂടി ഹയർ ലെവലിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, തിങ്ക് ചെയ്യാം. അതും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അത്ര ഒരു നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക്, അല്ലെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ തിങ്കിങ്ങിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള് 8 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോൾ പോർഷനെ, ഹോൾ സിലബസിനെ നമ്മൾ 8 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് യൂണിറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക്, യൂണിറ്റ് 1 നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. എല്ലാവരുടെ കയ്യിലും യൂണിറ്റ് 1 എത്തിയിട്ടില്ലേ? കേക്കാണ്ടോ നിങ്ങൾക്ക്? യെസ്, എല്ലാവരുടെ അടുത്തും യൂണിറ്റ് 1 എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ യൂണിറ്റ് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ യു സ്റ്റാർട്ട് ഡൂയിങ് യുവർ സെൽഫ്. കുറെയൊക്കെ നിങ്ങൾക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ചെയ്യുക, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ യൂണിറ്റ് 1 എത്തിയിട്ടുണ്ട്. യൂണിറ്റ് 1 ഫസ്റ്റ് ഇയറിന്റെ ഫിസിക്കൽ കെമിസ്ട്രി പോസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിരിക്കും ക്ലബ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് ഇയറിലെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഒക്കെ കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കും യൂണിറ്റ് 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവുക. എല്ലാ വീക്കെൻഡ്സും നിങ്ങൾക്ക് ഒരു മോഡൽ, അഡ്വാൻസ് മോഡൽ പേപ്പർ ഉണ്ടാവും. അപ്പൊ ഈ യൂണിറ്റിൽ നിന്നായിരിക്കും അത്. ഈ യൂണിറ്റിൽ നിന്ന് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിടുന്നല്ല, ഇതായിരിക്കും പോർഷൻ ഫോർ യുവർ വീക്കെൻഡ് മോഡൽ എക്സാം. അഡ്വാൻസ് മോഡൽ എക്സാമിന്റെ വീക്കെൻഡിൽ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏത് യൂണിറ്റ് ആണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ ആ യൂണിറ്റിലായിരിക്കും. അപ്പൊ ഇപ്പൊ ഈ വീക്കെൻഡ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂണിറ്റ് 1 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ ആ ചാപ്റ്റേഴ്സ് വേണം നിങ്ങൾ റെഡി ആവാനായിട്ട്. സോ കമ്മിങ് ടു, ലെറ്റ്സ് ഡയറക്ട്ലി മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ. നമുക്ക് സമയമൊന്നും ഇല്ല കളയാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ദി പ്രോസസ് water in liquid state giving water in gaseous state at T equal 300 degrees Celsius and P equal 1 atmosphere. The correct choice is ആണ് ചോദിച്ചിരിക്കുന്നത്. So very good question from thermodynamics. H2O liquid state ൽ നിന്ന് H2O gaseous state ലേക്ക് പോകുന്നു. H2O from liquid state is going to H2O in gaseous state at 300 degrees Celsius, definitely above the boiling point of water ആണ്. 100 degrees Celsius ആണ് boiling point of water. So above the boiling point of water ആണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഫോർവേഡ് പ്രോസസ് ഇവിടെ സ്പോണ്ടേനിയസ് ആയിരിക്കും. Evaporation must be more spontaneous because the process is happening at a temperature above the boiling point of water. അപ്പൊ and P is equal to 1 atmosphere. The correct choice is ചോദിച്ചിട്ടുണ്ട്. And everything is regarding entropy change ആണ്. നമുക്കറിയാം when a liquid is going to gaseous state, definitely system's entropy will increase. ഒരു ലിക്വിഡ് gaseous state ലേക്ക് പോകുമ്പോൾ more disorderliness will come into system. സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ H2O ലിക്വിഡ്, H2O ഗ്യാസ് ഉള്ള സിസ്റ്റം ആണ്. അപ്പൊ ലിക്വിഡ് ഗ്യാസ് ആയിക്കൊണ്ടിരിക്കും തോറും സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കുറയും. സോ ഡെൽറ്റ എസ് സിസ്റ്റം കൂടും. ലിക്വിഡ് ഗ്യാസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഡിസോർഡർലിനെസ് കൂടും. അപ്പൊ ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് പോസിറ്റീവ്. ആസ് ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ്, ഡെൽറ്റ എസ് സിസ്റ്റത്തിന്റെ ഡെൽറ്റ എസ് കൂടും. സോ യു ക്യാൻ സേ ഡെൽറ്റ എസ് സിസ്റ്റം വിൽ ബി പോസിറ്റീവ്. Final entropy minus initial entropy will be a positive value because entropy increases. So delta S system will be greater than surrounding. And definitely when liquid water is going to water vapor, heat is absorbed from the surroundings. Surroundings il ninnu heat absorb cheyana cheya. നമുക്കറിയാം evaporation ന്റെ സമയത്ത് cooling സംഭവിക്കാറുണ്ട്. Surrounding gets cooled because
evaporation, it requires heat which is absorbed from the surrounding. Surrounding in the heat absorb ചെയ്യുന്നു. അപ്പൊ സറൗണ്ടിങ്ങിൽ ഹീറ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ Q by T ഹീറ്റ് എക്സ്ചേഞ്ച് ബൈ ടൈം ആണ് സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ചേഞ്ച് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അവിടെ ഹീറ്റ് കുറയാണ് ചെയ്തത് ഡിവൈഡഡ് ബൈ 300 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എന്തായിരുന്നു ഇനീഷ്യൽ അതിനേക്കാൾ കുറയാണ് ചെയ്യുക ഹീറ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് എക്സ്ചേഞ്ച് ബൈ ടൈം ഫോർ സറൗണ്ടിങ് ചെയ്യുമ്പോൾ. സോ ഡെഫിനറ്റ് ആയിട്ട് ഡെൽറ്റ എസ് സറൗണ്ടിങ് വിൽ ഡിക്രീസ്, ഇറ്റ് വിൽ ബി less than 0. So correct option is delta S system greater than 0 and delta S surrounding less than 0. Box option ആണ് ശരി. Question number 2. The standard enthalpies of form. വീണ്ടും another question from thermodynamics. Second question is also from thermodynamics. Read that question carefully. The standard enthalpies of formation of CO2. So the data given, the first equation given is enthalpy of formation of CO2. How do you write the equation for formation? Thermodynamics formation the equation എങ്ങനെയാ എഴുതേണ്ടത്? 1 mole substance should be formed from its constituent elements in their standard state. 1 mole CO2 form ചെയ്യാൻ പാടുള്ളൂ from its constituent elements in their standard state. Carbon graphite state ലായിരിക്കണം, O2 gaseous state ലായിരിക്കണം, and when they combine they form carbon dioxide gas, for which delta H naught can be called as enthalpy of formation of carbon dioxide, given as minus 400 kilojoule per mole. Then it is given enthalpy of formation of liquid water is given. So again 1 mole water should be formed from its constituent elements in their standard state. H2 in gaseous state plus half O2 in gaseous state giving H2O in liquid state, for which delta H naught given is minus 300 kilojoule per mole is given. And the third equation given is for standard enthalpy of formation of glucose C6H12O6. 1 enthalpy of formation ഒക്കെ എഴുതുമ്പോൾ 1 mole product should be formed from its constituent elements in their standard state. So 1 mole glucose, so 6 carbon in graphite state, solid state, plus 6 hydrogen in gaseous state, plus 3 dioxygen gas in gaseous state, for which delta FH naught, standard enthalpy of formation given is minus 1300 kilojoule per mole. ഇത്രയാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ചോദ്യം സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ പെർ ഗ്രാം ഓഫ് ഗ്ലൂക്കോസ്. സോ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് സാധാരണ പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോർ പെർ മോൾ. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെർ മോൾ അല്ല എനിക്ക് കിട്ടേണ്ടത് പെർ ഗ്രാം ആണ്. അപ്പൊ നമുക്ക് ആദ്യം പെർ മോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് പെർ ഗ്രാമിന് എന്താന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാ പെർ ഗ്രാമിന് കണ്ടുപിടിക്കുക? പെർ മോൾ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിന്റെ 180 ഗ്രാമിന്റെ, അപ്പൊ പെർ ഗ്രാം എന്ന് പറയുമ്പോൾ ആ വാല്യൂ ബൈ 180 വിൽ ഗിവ് യു പെർ ഗ്രാം. അപ്പൊ നമുക്ക് ആദ്യം എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് us write the expression. Required equation is C6H12O6. ഇനി കമ്പഷന്റെ എൻതാൽപ്പീസ് ഓഫ് കമ്പഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? only 1 mole substance should undergo combustion. ആർക്കാണോ കമ്പഷൻ അണ്ടർഗോ ചെയ്യുന്നത് അത് 1 മോള്. ഫോർമേഷൻ എഴുതുമ്പോൾ ആരാണോ ഫോം ചെയ്യുന്നത് അതിന്റെ 1 മോള്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ 1 മോൾ ഗ്ലൂക്കോസ് ഷുഡ് അണ്ടർഗോ കമ്പഷൻ വിത്ത് O2 gas on burning giving 6 CO2 and there are 12 hydrogen, so 6 H2O. 6 CO2, 6 H2O. So this should be 6 O2. Then it is balanced. So what is the enthalpy of this എന്നുള്ളതാണ് ചോദ്യം. So we know enthalpy of this reaction. Combustion ആവട്ടെ എന്താവട്ടെ ഒരു reactant enthalpy. If you are provided with enthalpies of formation, then how can you arrive at enthalpy? If you know the enthalpies of formation of all the reactants and products, then enthalpy of reaction can be written as enthalpy of reaction. And here the enthalpy of reaction is equal to
enthalpy of combustion of glucose ആണ് ഇവിടുത്തെ enthalpy of reaction is equal to sum of the enthalpies of formation of all the products minus sum of the enthalpies of formation of all the reactants, which is ഇതിലെ product 6 times CO2, 6 times minus 400 plus another product is 6 water. So 6 times minus 300. ഇത്ര എഴുതിയപ്പോൾ products ആയി കഴിഞ്ഞു. Minus sum of the enthalpies of formation of all the reactant. ഒരു reactant oxygen ആണ്. So elements in their standard state, their standard enthalpy of formation is taken as 0. Oxygen value 0. Coming to C6H12O6, it is given ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് minus 1300. And when you do it, you will get it as minus 2400 minus 1800 plus 1300 എന്ന് വരും. അഥവാ you will get it as minus 1000 minus 2400 minus 500 minus 2900 kilojoule per mole എന്ന് കിട്ടും. Per mole. The question is per gram. What is the enthalpy per gram എന്ന് ചോദിച്ചിട്ടുണ്ട്. So per mole. So for 180 gram combustion, it is minus 2900 kilojoule. So for 1 gram, how much? So that will be minus 2900 divided by 180. So that will be minus 290 by 18. അത് ചെയ്യുമ്പോൾ minus 16.11 kilojoule per gram. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നു plus 2900 minus 2900. If you fail to observe per gram എന്നുള്ളത് ശ്രദ്ധിച്ചില്ല എങ്കിൽ you will stop the problem at minus 2900. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് how much heat is evolved എന്നായിരുന്നു ചോദ്യമെങ്കിൽ your answer would have been plus 16.11. Had the question been how much heat will be evolved when 1 gram glucose is completely combusted. ഇങ്ങനെയൊക്കെ ഇത് പലതരത്തിൽ ചോദിക്കാവുന്ന വിധങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് വരാവുന്നത് ഇതൊക്കെയാണ് എങ്കിൽ what is the enthalpy of combustion of glucose? Then you must write it for per mole. The answer would have been minus 2900 kilojoule per mole. അതേസമയം what is the heat evolved when 1 mole is completely combusted? അപ്പൊ അവിടെ മൈനസ് വേണ്ട, ഹീറ്റ് ഇവോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 2900 കിലോജൂൾ. അതുപോലെ ഇവിടെ പെർ ഗ്രാം കമ്പസ്റ്റ് ചെയ്താൽ വാട്ട് ഈസ് ദി എൻതാൽപി എന്നാ ചോദിക്കുക. എൻതാൽപി ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും സൈൻ കൺവെൻഷൻ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ minus 16.11 കിലോജൂൾ പെർ ഗ്രാം. ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെ അവർക്ക് ഫ്രെയിം ചെയ്യാമായിരുന്നു? How much heat will be evolved when 1 gram glucose is completely combusted? എങ്കിൽ അവിടെ മൈനസ് ഇട്ട് എഴുതേണ്ട ആവശ്യമില്ല. You must write it as plus 16.11 kilojoule per mole. Since the question asked is what is the standard enthalpy of combustion per gram of glucose at 25 degrees Celsius, the option is minus 16.11 kilojoule per gram. Option C is correct. Hope this is clear to you. ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളാണ് പറഞ്ഞു തന്നത്. Moving on to question number 3. Moving on to question number 3. The standard state gives energies of formation of carbon in graphite state. So what is given here? Delta F G naught of graphite is given.
And standard state gives energies of formation of C diamond. Delta G naught diamond. Standard state gives energies of formation of graphite, C graphite and C diamond at T equal 298 Kelvin, temperature 298 Kelvin, or തന്നിട്ടുണ്ട് 0 kilojoule per mole. This is known to us. We take graphite as standard state for carbon. So it's 0 kilojoule per mole. And for this, the value is found to be 2.9 kilojoule per mole. The standard state means that the pressure should be 1 bar. State thermodynamics will define in the 1 bar and other. And substance should be pure at a given temperature. Temperature ഏത് വേണമെങ്കിൽ ആവാം. ആ set temperature 1 bar pressure ഉള്ള state, standard state. The conversion of graphite, C graphite to അങ്ങനെയും question വരാം. In thermodynamics, standard state refers to എന്ന് പറഞ്ഞ 1 bar 298 Kelvin, 1 bar 270. Temperature പറയേണ്ട ആവശ്യമില്ല. 1 barൽ at that temperature, ഏത് ടെമ്പറേച്ചറിലാണോ നമ്മൾ വർക്ക് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ എന്താണോ ആ പ്യുവർ സബ്സ്റ്റൻസിന്റെ സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. The conversion of graphite, C graphite to C diamond. The conversion of graphite, C graphite is getting converted into C diamond. Conversion of C graphite to C diamond reduces its volume by 2 into 10 to the power minus 6 meter cube per mole. When C graphite, 1 mole graphite is converted into 1 mole diamond, there is a reduction in volume delta V, which is equal to 2 into 10 to the power minus 6 meter cube. Allotropic change ആണ്. Allotropic change ആണ്. അപ്പൊ ഗ്രഫൈറ്റ് ഉള്ളതിനേക്കാൾ അടുത്തായിരിക്കും ഡയമണ്ടില് ആറ്റംസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ when graphite is converted into diamond, there is a reduction in volume delta V, 2 into 10 to the power minus 6 meter cube per mole of graphite getting converted into SI systemത്തിലാണ് തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. If C graphite is converted into C diamond isothermally at constant temperature, isothermally, conversion is done isothermally, temperature is constant, then at T equal to 98 Kelvin, the pressure at which C graphite in equilibrium with C diamond. When this is in equilibrium with C diamond, at what pressure this will be in equilibrium with C diamond? എന്ന് പറയുമ്പോൾ delta G, delta RG will be equal to 0 here. ശരിയല്ലേ? അപ്പൊ ഏത് പ്രഷറിലാണ്, അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡെൽറ്റ ആർ ജി നോട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഏത് പ്രഷറിലാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഷുഡ് ബി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് കൂടെ വായിക്കാം. ബി 1 bar സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ 1 bar ആയിരുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഗ്രഫൈറ്റിനെ ഡയമണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഗ്രഫൈറ്റ് അറ്റ് 1 bar, ഡയമണ്ട് അറ്റ് 1 barലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എത്ര പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ പ്രോസസ് 298 കെൽവിനില് ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദ്യം നമുക്ക് എത്ര പ്രഷർ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അവിടെ ചോദ്യം. അറ്റ് വാട്ട് പ്രഷർ C graphite will be in equilibrium with C diamond എന്നുള്ളതാണ് ഇവിടത്തെ ചോദ്യം. So the process is C graphite getting converted into C diamond. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ free energies of formation of graphite and diamond. How is this free and change in volume when 1 mole graphite is converted into 1 mole diamond? നമുക്ക് നോക്കാം. ഇവിടെ ചോദ്യം പ്രഷർ ആണ്, തന്നിരിക്കുന്ന ഡാറ്റ വോള്യം, ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ. സോ അപ്പൊ നമ്മൾ ഉടനെ ചെയ്ത് ഇവരെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പാകത്തിന് എന്റെ കയ്യിൽ എന്തുണ്ട്, വാട്ട് ഡു ഐ ഹാവ് വിത്ത് മീ ടു റിലേറ്റ് ദിസ് എന്നതാണ്. സോ വി നോ ജി എന്ന് പറയുന്നത് ഫ്രീ എനർജി. സപ്പോസ് ഇഫ് യു കൺസിഡർ ദ ഫ്രീ എനർജി ഓഫ് ഫോർമേഷൻ ഓഫ് ഈച്ച്, what is G എന്ന് പറയുന്നത് എന്താണ്? How is it related to other thermodynamic term? G is equal to H minus Ts, because we have to arrive at an expression relating
P and V. കാരണം നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഡെൽറ്റ വി ഉള്ളൂ. പിന്നെ ഉള്ളത് G ആണ്, ഡെൽറ്റ G ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ചോദിച്ചിരിക്കുന്നത് പ്രഷർ ആണ്. സോ ഓൾറെഡി at 1 bar ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എത്ര പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ കൺവേർഷൻ നടക്കും ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷനിലേക്ക് എത്തണം. പിയും വി ഒക്കെ ആയിട്ട് റിലേഷനിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് G ആണ് തന്ന ഡാറ്റ. G നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. We know that G is equal to H minus Ts, or we know H is equal to U plus PV. G is equal to H minus Ts and H is equal to internal energy U plus PV. അപ്പൊ G നെ എങ്ങനെ എഴുതാം? U plus PV minus Ts എന്ന് എഴുതാം. അപ്പോ if there is a free energy change, ഡെൽറ്റ G നെ എങ്ങനെ എഴുതാം? ഡെൽറ്റ U plus P delta V plus V delta P. PV ല് B ചേഞ്ച് ആവാം അല്ലെങ്കിൽ P ചേഞ്ച് ആവാം. സോ PV യുടെ P into delta V plus V into delta P minus T into delta S minus S into delta T. And it is said isothermally at constant temperature. So delta T will be 0. It is said the process is happening isothermally at constant temperature. So delta T will be 0. Since it is happening isothermally, delta T is 0. So this term will become 0. Delta T is 0. അതുകൊണ്ട് ഈ ടേം ഇല്ല, 0 ആയി. Now you have delta U plus P delta V. എങ്ങനെയാണ് ഡെൽറ്റ യു പി ഡെൽറ്റ വി റിലേറ്റഡ് എന്ന് നോക്കാം. നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q plus W, or delta U is equal to Q minus P delta V. W is P delta V. Q minus P delta V, or Q is equal to, or delta U may be written as Q minus P delta V എന്ന് എഴുതാം. ഡെൽറ്റ യുവിനെ എങ്ങനെ എഴുതാം? Q minus P delta V എന്ന് എഴുതാം. Or you can write delta U plus P delta V നെ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽറ്റ യുക്ക് പകരം എന്ത് എഴുതാം? Q minus P delta V എന്ന് എഴുതാം. So that minus P delta V plus P delta V will get cancelled. So what am I doing here? Delta G is equal to Q minus P delta V. So minus P delta V plus P delta V, this term will become 0. Minus P delta V plus P delta V term will, ഈ ഭാഗം ഓൾറെഡി 0 ആയി, ഇത് 0 ആയി. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ട്? Q plus V delta P minus T delta S. And we know delta S is equal to Q by T ആണ്. So you can write Q as T delta S. So T delta S minus T delta S, this term together will become 0. And ultimately in this process, delta G is equal to V delta P. Delta G is equal to V delta P എന്ന് കിട്ടും. V delta P ആയിരിക്കും ഡെൽറ്റ G എന്ന് പറയുന്നത്. Yes. So from this you can write delta R G naught of this reaction is equal to delta F G naught of diamond
minus delta F G naught of graphite. എങ്ങനെയാ അത് എഴുതുന്നത് നമ്മള്? Sum of the free energies of formation of all the products minus sum of the free energies of formation of all the reactants. അതായിരിക്കും ഈ റിയാക്ഷന്റെ ഡെൽറ്റ ആർ ജി നോട്ട് എന്ന് പറയുന്നത്. അല്ലേ? So we can write delta R G naught is equal to delta F G naught diamond. അതെന്തായിരിക്കും? V diamond into delta P. കാരണം delta G can be written as V delta P. So V diamond into delta P minus V graphite into delta P. Delta P is common. So V diamond minus V graphite into delta P. അഥവാ here you get it as delta V into delta P എന്ന് കിട്ടും. delta V into delta P എന്ന് കിട്ടും. And it's given delta R G naught കാണാൻ delta F G naught of diamond minus graphite. We have the values 2.9 and 0. Okay, delta R G naught ഇവിടെ substitute ചെയ്യാം. 2.9 minus 0 kilojoule per mole. നിങ്ങളുടെ വോള്യൂം ചേഞ്ച് ആണെങ്കിൽ മീറ്റർ ക്യൂബിൽ SI സിസ്റ്റത്തിൽ. അപ്പൊ നമ്മൾ കിലോ ജൂളിനെ എന്താക്കി എഴുതാം? ജൂൾ ആക്കി എഴുതാം. ഇൻടു 10 to the power 3 joule per mole is equal to, ഇതിനെ റിലേറ്റ് ചെയ്യാം. അപ്പോ ഡെൽറ്റ വി എത്രയാ? ഡെൽറ്റ വി തന്നിരിക്കുന്നത് 2 into 10 to the power ഡെൽറ്റ വി 2 into 10 to the power minus 6 meter cube per mole. അപ്പൊ ഇവിടെ ഞാൻ ജൂളാക്കി കിലോ ജൂളിനെ, കാരണം ഇവിടെ മീറ്റർ ക്യൂബിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കിലോ ജൂളിനെ ജൂളാക്കി into 10 to the power 3. Delta V is given 2 into 10 to the power minus 6 into delta P. So I have delta R G naught, which is delta F G naught diamond minus delta F G naught graphite, which is 2.9 minus 0. Since it is in kilojoule, I converted it into joule, equal delta V into delta P. Delta V is given, change in volume is given 2 into to the power minus 6 into delta P. So what is delta P here? I can get delta P now. Delta P is equal to 2.9 into 10 to the power 3 divided by 2 into 10 to the power minus 6. Delta P from this is 2.9 into 10 to the power minus 3. 2.9 into 10 to the power 3 divided by 2 into 10 to the power minus 6, which will come out to be 1.45 into delta P is equal to 1.45 into 10 to the power 9 SI system, so it is Pascal. 1.45 into 10 to the power 9 Pascal. But here initial pressure, ഇതിലുണ്ടായിരുന്ന pressure 1 bar എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ we know 1 bar is equal to 10 to the power 5 pascals. 1 bar 10 to the power 5 pascal. അപ്പൊ ഇത്രയും പാസ്കലിനെ ബാറിലാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1.45 into 10 to the power 4 bar. 1 bar equal 10 to the power 5 pascal. So ഇത്രയും പാസ്കൽ delta P 1.45 into 10 to the power 4 bar ആണ് delta P. ചോദ്യം
ഏത് പ്രഷറിൽ എന്നാണ്. അപ്പൊ ഫൈനൽ പ്രഷർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇനീഷ്യലി ഒരു 1-ലായിരുന്നു. എത്ര പ്രഷർ എക്സേർട്ട് ചെയ്താൽ ഇവരൊരു ഇക്വിലിബ്രിയത്തിൽ എത്തും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഡെൽറ്റ ആർ ജി 0. അപ്പൊ ഡെൽറ്റ ആർ ജി നോട്ടിനെ കമ്പയർ ചെയ്ത്, അപ്പൊ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ളതിനെ കമ്പയർ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. സോ 1.45 into 10 to the power 4 bar ഡെൽറ്റ പി. അപ്പൊ ഇവിടെ ചോദ്യം ഫൈനൽ പ്രഷർ എന്താണ്, വാട്ട് പ്രഷർ ഷുഡ് ബി അപ്ലൈഡ് എന്നാണ്. അപ്പൊ ഇനീഷ്യൽ പ്രഷർ P1 വോള്യം റിഡക്ഷൻ ആണ്. അപ്പൊ പ്രഷർ അപ്ലൈഡ് ആണ്. ഫൈനൽ പ്രഷർ ഷുഡ് ബി ഹയർ ദാൻ ഇനീഷ്യൽ പ്രഷർ. സോ P1 പ്ലസ് ഡെൽറ്റ പി. P1 1 ബാർ ആയിരുന്നു. സോ 1 പ്ലസ് 1.45 into 10 to the power 4 നമുക്ക് എന്ത് എഴുതാം, 14500 14500 ബാർ. 1 plus 14500 bar, or you can write it as 14501 bar ആയിരിക്കും ഫൈനൽ പ്രഷർ. അപ്പൊ ഈ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. ഈ പ്രോബ്ലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സോളിഡ് സ്റ്റേറ്റ് കൺവേർഷൻ ആണ്. അലോട്രോപിക് ട്രാൻസിഷനിൽ നിന്ന് വന്ന ഡെൽറ്റ യു 0 അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എടുക്കാം. സോളിഡ് സ്റ്റേറ്റ് കൺവേർഷൻ അല്ലേ, സോളിഡ് സ്റ്റേറ്റ് കൺവേർഷൻ അല്ലേ, സോളിഡ് സ്റ്റേറ്റ് കൺവേർഷൻ ആണ്. പക്ഷെ അതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ എടുക്കുമ്പോഴാണ്. യെസ്, അതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും എന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്. സോ യു ഹാവ് G equal H minus TS. അപ്പൊ G equal U plus PV minus TS. യുവിനെ നമ്മള് Q minus P ഡെൽറ്റ വി ആയിട്ട് എഴുതി. അപ്പൊ നമുക്ക് എല്ലാത്തിനെയും നമ്മൾ ഡെൽറ്റ ജി ആയിട്ട് എഴുതുമ്പോൾ ഇവിടത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടേം 0 ആയി. മൈനസ് പി ഡെൽറ്റ വി പ്ലസ് ഡെൽറ്റ വി 0 ആയി. Q മൈനസ് ടി ഡെൽറ്റ എസ് 0 ആയി. അങ്ങനെ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പൊ ഡെൽറ്റ ജി 0 ആണ്. സോ Q മൈനസ് ടി ഡെൽറ്റ എസ് എന്നുള്ളത് 0 ആയി. ഫൈനലി യു ആർ ലെഫ്റ്റ് വിത്ത് ഡെൽറ്റ ജി എന്ന് പറയുന്നത് വി ഡെൽറ്റ പി. അപ്പൊ ഡെൽറ്റ ആർ ജി നോട്ട് ആണ് ഇവിടെ എടുക്കുന്നത്, അതിനെ വി ഡെൽറ്റ പി ആയിട്ട് എടുക്കാം. അപ്പൊ ഡെൽറ്റ എഫ് ജി നോട്ടിനെ നമ്മള് വി ഓഫ് ഡയമണ്ട് ഇൻറ്റു ഡെൽറ്റ പി മൈനസ് വി ഓഫ് ഗ്രഫൈറ്റ് ഇൻറ്റു ഡെൽറ്റ പി, അഥവാ വി ഗോട്ട് ഇറ്റ് ആസ് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ പി. ഇനി നമുക്ക് ഡെൽറ്റ ആർ ജി നോട്ട് എങ്ങനെ എഴുതി നമ്മള്, സം ഓഫ് ദി എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓൾ ദി പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ്. സോ യു ഗോട്ട് ഇറ്റ് ആസ് 2.9 കിലോജൂൾ പെർ മോൾ. അതിനെ നമ്മൾ ജൂൾ ആക്കിയപ്പോൾ ഇൻറ്റു 10 to the power 3 ജൂൾ പെർ മോൾ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഈസ് ഗിവൺ, വോള്യം റിഡക്ഷൻ തന്നിട്ടുണ്ട്, 2 ഇൻറ്റു ഡെൽറ്റ പി. സോ ഡെൽറ്റ പി എന്ന് പറയുന്നത് യു ഗോട്ട് ഇറ്റ് ആസ് 1.45 into 10 to the power 9. SI സിസ്റ്റത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് പാസ്കൽ ആയിരിക്കും. തന്നിരിക്കുന്ന ഇനീഷ്യൽ ബാറിലാണ്, തന്നിരിക്കുന്ന ആൻസറും ബാറിലാണ്, കൊണ്ട് ബാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം 1 ബാർ എന്ന് പറയുന്നത് 10 to the power 5 പാസ്കൽ. ഇത്രയും പാസ്കലിനെ ബാർ ആക്കി 1.45 into 10 to the power 4 ബാർ ഓർ 14500 ബാർ എന്ന് കിട്ടി. അപ്പൊ ഫൈനൽ പ്രഷർ എന്താ, ഡെഫിനറ്റ് ആയിട്ട് റിഡക്ഷൻ ഇൻ വോള്യം ആണ്. ഓൺ അപ്ലൈയിങ് പ്രഷർ ആണ് ഗ്രഫൈറ്റ് ഡയമണ്ടിലേക്ക് മാറുന്നത്. അപ്പൊ P2 ഈസ് P1 പ്ലസ് ഡെൽറ്റ പി ആയിരിക്കും. ഇനീഷ്യൽ 1 ബാറിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരുന്നു 1 ബാറിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലസ് 14500 ബാർ. സോ ദാറ്റ് വിൽ ബി 14501 ബാർ എന്ന ആൻസർ കിട്ടും. തെർമോഡൈനമിക്സിൽ നിന്ന് വന്നിട്ടുള്ള, ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊന്നും നിങ്ങൾക്ക് അറിയാത്ത ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അവിടെ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അറിയാത്ത ഒരു കോൺസെപ്റ്റും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡെൽറ്റ ജി ഉണ്ട്, തന്നിരിക്കുന്നത് വി ചേഞ്ച്, ചോദിച്ചിരിക്കുന്നത് പി ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെ എനിക്ക് ഈ ജിനെയും പിനെയും വിനെയും ഒക്കെ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസിൽ കൂടി ഒക്കെ ഒന്ന് കടന്നു ചെന്നാൽ നമുക്കറിയാം പി വരുന്ന ഇക്വേഷൻ ഒക്കെ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ജി ഈസ് എച്ച് മൈനസ് ടി എസ് എന്ന് തുടങ്ങി എച്ച് ഈസ് യു പ്ലസ് പി വി, അവിടെ പ്രഷർ എത്തിക്കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്ത്
വരാവുന്നതേ ഉള്ളൂ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആയോ? സംശയങ്ങളുണ്ടോ? Is it okay? Yes. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുമ്പോഴേക്കും നിങ്ങൾ അയ്യോ അത് എങ്ങനെ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആലോചിക്കുക എങ്ങനെ എനിക്ക് ഇതിനൊക്കെ കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ്. ഒറ്റ ഇക്വേഷൻ പോലും നിങ്ങൾ പഠിക്കാത്തതേ ഇല്ല. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത്. അവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധയോടെ ചെയ്താൽ you can easily arrive at the answer. So that was question number 3. Moving on to question number 4. Fourth question like നോക്കുക. 1 mole of an ideal gas at 300 Kelvin in thermal contact with surroundings എന്ന് പറയുമ്പോൾ Q exchange possible ആണ്. Expands isothermally from ideal gas. 1 mole of an ideal gas expands isothermally from 1 liter to 2 liter against a constant external pressure. Against a constant pressure of 3 atmosphere, meaning the process has happened. 1 mole of an ideal gas at 300 Kelvin in thermal contact with surrounding expands isothermally from 1 liter to 2 liter against a constant external pressure of 3 atmosphere. If the expansion is against constant pressure, it's an irreversible expansion which has happened. The change in entropy of surroundings is delta S surrounding in joule per. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. സാധാരണ ഇങ്ങനെയൊക്കെ തന്നിട്ട് സാധാരണ ചോദിക്കാൻ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ആ ചോദ്യം മുഴുവനായിട്ട് നിങ്ങൾ കംപ്ലീഷനിലേക്ക് നിൽക്കാതെ ഡെൽറ്റ എസ് കണ്ട ഉടനെ ഇഫ് യു ജംപ് ടു ദി കൺക്ലൂഷൻസ് അവിടെ തെറ്റും. ഡെൽറ്റ എസ് കാണുമ്പോൾ തെറ്റും. ഇവിടെ ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണ് ചോദ്യം. ഡെൽറ്റ എസ് സിസ്റ്റം അല്ല ചോദ്യം. ഡെൽറ്റ എസ് സിസ്റ്റം ആണെങ്കിൽ എന്താ എപ്പോഴും Q റിവേഴ്സിബിൾ ബൈ T ആണ് ഡെൽറ്റ എസ് സിസ്റ്റം അല്ലെ. അപ്പൊ ഹാഡ് ദ ക്വസ്റ്റ്യൻ ബീൻ what is the delta S system എങ്ങനെയാ ചെയ്യാ നമ്മള് 2.303 NR log V2 by V1 plus 2.303 N CV log T2 by T1. ഓർമ്മയില്ലേ ഡെൽറ്റ എസ് സിസ്റ്റം കാണാന്? ഇങ്ങനെയാണ് ചെയ്യാ നമ്മള്. 2 point. Had it been delta S system, always Q reversible by T. Reversibly. ഇപ്പൊ irreversibly ആയിരിക്കാം നടക്കുന്നത്. Reversibly നടന്നാൽ എന്തായിരിക്കും അത്? അപ്പൊ നമ്മൾ ചെയ്യാറ് 2.303 NR log V2 by V1 plus 2.303 NCV log T2 by T1. And here N is 1 മോളിനാണ്. ഇനി ഐസോതെർമലി ആയതുകൊണ്ട് ഈ ടേം 0 ആകും. അപ്പൊ ഇവിടെ had the question been what is delta S system, ഇതാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാ 2.303 into 1 into 8.314 ആറിന്റെ വാല്യൂ SI സിസ്റ്റത്തിൽ 8.314 log 2 by 1. അപ്പൊ log 2 ചെയ്യും. ഡെൽറ്റ എസ് സിസ്റ്റം അല്ല ഇവിടെ ചോദ്യം. ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണ് ചോദ്യം. ഡെൽറ്റ എസ് സറൗണ്ടിങ് ചോദ്യം വരുമ്പോൾ എക്സ്ചേഞ്ച് വിത്ത് സിസ്റ്റം എത്ര ഹീറ്റ് അതിന് കിട്ടി. കാരണം സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ചേഞ്ച് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ആ പ്രോസസ്സിൽ നിന്ന് അതിന് കിട്ടിയ ഹീറ്റ് കാരണം അവിടെ കെയോസ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി അവിടെ Q obtained by the surrounding അല്ലെങ്കിൽ ഹീറ്റ് ലോസ്റ്റ് ബൈ ദി സറൗണ്ടിങ്. ഒന്നിലോ ഹീറ്റ് റിലീസ് ടു ദി സറൗണ്ടിങ് ആണെങ്കിൽ ഹീറ്റ്
got will be a plus. Surrounding കിട്ടിയത് അപ്പൊ as far as surrounding is concerned പ്ലസ് ആയിട്ട് എഴുതണം. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സിസ്റ്റത്തിൽ എഴുതുമ്പോൾ നമ്മൾ മൈനസ് ആയിട്ട് എഴുതും. പക്ഷെ വി ആർ ഗോയിങ് ടു ഡു സറൗണ്ടിങ് ഹിയർ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഈസ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി ആണ്. അപ്പൊ അതിന് കിട്ടിയ ഹീറ്റ് ആണ് അവിടത്തെ എൻട്രോപ്പി ചേഞ്ചിന് കാരണം. As far as system is concerned, it's not so. It's a state function. അപ്പൊ ഡെൽറ്റ എസ് S1 S2 നോക്കിയിട്ട് ആ ഡിഫറൻസ് അത് എപ്പോഴും എന്തിലേക്ക് എത്തും? ഈ പ്രോസസ് റിവേഴ്സിബിളി ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ക്യൂ എക്സ്ചേഞ്ച് ദാറ്റ് ഡിവൈഡഡ് ബൈ ടി ഡെൽറ്റ എസ് സിസ്റ്റം. അപ്പൊ ആ പ്രോസസ് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് റിവേഴ്സിബിളി ചെയ്താലും ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ഡെൽറ്റ എസ് സിസ്റ്റം. ക്യൂ ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്താണ്? ഡെൽറ്റ എച്ച് അപ്പൊ അതിന് കിട്ടിയ ഹീറ്റ് ബൈ സറൗണ്ടിങ് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ കിട്ടിയത് ഹീറ്റ് ബൈ ടി അതാണ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ്. അപ്പോ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്തായിരിക്കും? മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് സിസ്റ്റം. എന്തായിരിക്കും? ക്യൂ സറൗണ്ടിങ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ക്യൂ സിസ്റ്റം. ഈ പ്രോസസ് നടക്കുമ്പോൾ എന്താണോ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തത് സിസ്റ്റത്തിൽ എഴുതണതിന്റെ ഓപ്പോസിറ്റ് സൈനിൽ എഴുതണം. അപ്പൊ നമുക്കറിയാം ഈ പ്രോസസ്സിൽ ആസ് ഫാർ എസ് സിസ്റ്റം ഈസ് കൺസേൺ നമുക്ക് ക്യൂ കിട്ടണമല്ലോ. എന്താ ക്യൂ എന്ന് അറിയണമല്ലോ. അത് കിട്ടാൻ വേണ്ടി ആസ് ഫാർ എസ് സിസ്റ്റം ഈസ് കൺസേൺ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഓർ ക്യൂ മൈനസ് പി ഡെൽറ്റ. എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് സിസ്റ്റം കേട്ടോ. ഡെൽറ്റ യു സിസ്റ്റം ഈസ് ക്യൂ ഓഫ് സിസ്റ്റം ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻ കേസ് ഓഫ് സിസ്റ്റം മൈനസ് പി ഡെൽറ്റ വി ഓർ since it is an ideal gas at constant temperature, ideal gas isothermal എന്ന് പറഞ്ഞാൽ ഉടനെ ഡെൽറ്റ യു എന്താവും? 0 ആകും. ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എന്ന് കണ്ടാൽ ഉടനെ ഡെൽറ്റ യു 0 ആകും. or you have Q is equal to P delta V. Q system is equal to P delta V. Q system is P delta V. എന്താ P? 3 atmosphere. Delta V 2 liter minus 1 liter, which is 3 liter atmosphere. Joule conversion ചെയ്യുമ്പോൾ 3 into 101.3 joule. ഇത് Q system. അല്ലേ? Q system പോസിറ്റീവ് ആണ്. We have to substitute Q surrounding here. അപ്പൊ ക്യൂ സറൗണ്ടിങ് എന്തായിരിക്കും? അതിന്റെ സൈൻ മാറ്റി എഴുതുക. -3 into 101.3 joule. So here it is equal to -3 into 101.3 joule divided by at what temperature? 300 Kelvin. ഇതായിരിക്കും ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇൻ ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അശ്രദ്ധ കൊണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്. എന്താ? നമ്മളിത് വായിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് വിചാരിക്കും. ഡെൽറ്റ എസ് സിസ്റ്റം എപ്പോഴും ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. അപ്പൊ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഐദർ യു ഡു ഇറ്റ് എസ് ഇപ്പൊ വി ചേഞ്ച് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 2.303 NR log V2 by V1 plus 2.303 NCV log T2 by T1. അല്ല പ്രഷർ വേരിയേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഡെൽറ്റ എസ് സിസ്റ്റം ഈക്വൽ 2.303 NR log P1 by P2. Volume is inversely proportional to pressure. P1 by P2 plus 2.303 NCP log T2 by T1 തന്നെ. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും പറഞ്ഞു. അതൊക്കെ സിസ്റ്റത്തിന് എപ്പോഴും ഇപ്പൊ ഞാൻ ഇറിവേഴ്സിബിളി ആണോ ചെയ്തത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ചെയ്തു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ഇറിവേഴ്സിബിളി ആണ് സിസ്റ്റം ആയിരുന്നു ചോദ്യമെങ്കിൽ, അതേസമയം ഇവിടെ ചോദ്യം ഡെൽറ്റ എസ് സറൗണ്ട്. ഡെൽറ്റ എസ് സറൗണ്ടിങ് എപ്പോഴും എന്താണ്? അപ്പൊ അതിന് കിട്ടിയ ഹീറ്റ് എന്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നഷ്ടപ്പെട്ട ഹീറ്റ് എന്ത്, ബൈ അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഡൺ. അതാണ് അവിടുത്തെ ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് റിവേഴ്സിബിളി ആണ് ചെയ്തത്. അപ്പൊ അതിന് കിട്ടിയ ഹീറ്റ് എന്ത്? അപ്പൊ ഇത് റിവേഴ്സിബിളി ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായ ഹീറ്റ് ഇതിന് കിട്ടും.
അല്ല സിസ്റ്റം ഗെയിൻ ചെയ്ത ഹീറ്റ് ആണെങ്കിൽ ഇതിന് നഷ്ടപ്പെടും. അപ്പൊ സിസ്റ്റത്തിന്റെ കണ്ടിട്ട് ക്യൂ കണ്ടിട്ട് അതിന്റെ സൈൻ മാറ്റി വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂ പോസിറ്റീവ് ആ കിട്ടിയത് അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവ് കിട്ടുമ്പോൾ ക്യൂ സറൗണ്ടിങ് എഴുതുമ്പോ എങ്ങനെ എഴുതണം? നെഗറ്റീവ് ആയിട്ട്. ഇത് ലിറ്റർ അറ്റ്മോസ്ഫിയറിലായിരുന്നു. 3 atmosphere into 2 minus 1 ലിറ്റർ അറ്റ്മോസ്ഫിയറിലായിരുന്നു. കൺവേർഷൻ ഫാക്ടർ ടു ജൂൾ 3 into 101.3 ജൂൾ. Q system. So Q surrounding minus 3 into 101.3 divided by T. Q by T. സിസ്റ്റത്തിനാണെങ്കിൽ Q reversible by T. ഇവിടെ Q or Q lost divided by at what temperature? So by 300. So that will be minus 3. ഇവിടെ cancel. You will get it as minus 1.013 joule per mole per Kelvin എന്നുള്ള ആൻസർ കിട്ടും. ദിസ് വിൽ ബി ഡെൽറ്റ എസ് സറൗണ്ടിങ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഡെൽറ്റ എസ് സിസ്റ്റം ഇതിന്റെ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 2.303 into N1 R 8.314 log 2/1 log 2. So you will get it as 2.303 into 8.314 into 0.3010. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ഡെൽറ്റ എസ് സിസ്റ്റം കിട്ടി, ശരിയല്ലേ? അതേസമയം ഈ പ്രോസസ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് 3 atmosphere എന്ന് പറയാതെ ഈ ഐഡിയൽ ഗ്യാസ് 1 mole of an ideal gas at 300 Kelvin underwent a reversible expansion from 1 liter to 2 liter. A reversible expansion from 1 liter to 2 liter. ആയിരുന്നു എങ്കിൽ what would have been delta S system? What would have been delta S surrounding? Hope my question is, ഈ question explain ചെയ്ത് ക്ലിയർ ആയോ? ആദ്യം ഇത് ക്ലിയർ ആയോ എന്ന് നോക്കാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയോ? ഡെൽറ്റ എസ് സിസ്റ്റം ആണെങ്കിൽ എപ്പോഴും സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പൊ ക്യൂ റിവേഴ്സ് ഇപ്പൊ എങ്ങനെയാ ചെയ്തതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ക്യൂ റിവേഴ്സിബിൾ ബൈ ടി, അതിന്റെ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡെൽറ്റ എസ് സറൗണ്ടിങ് ആണെങ്കിൽ ഇപ്പൊ അതിന് കിട്ടിയ ഹീറ്റ് ബൈ ടി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട ഹീറ്റ് ബൈ ടി. അതാണ് അതിന്റെ ആ സറൗണ്ടിങ്ങിലത്തെ കെയോസിന് കാരണം, റാൻഡംനെസ്സിന് കാരണം, റാൻഡംനെസ് കൂടാനും കുറയാനും കാരണം. അപ്പൊ ആ രണ്ട് വാല്യൂ കിട്ടുന്നതെന്ന് അർത്ഥം. അത് മനസ്സിലായോ? ഇവിടുത്തെ ഡെൽറ്റ എസ് സിസ്റ്റം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇതിന്റെ ഡെൽറ്റ എസ് സിസ്റ്റം ചോദിച്ചാൽ ഡെൽറ്റ എസ് സറൗണ്ടിങ് കിട്ടി. ഡെൽറ്റ എസ് സിസ്റ്റം ഈ പ്രോബ്ലത്തിൽ ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിന് പകരം ഡെൽറ്റ എസ് സിസ്റ്റം എഴുതുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തേനെ? ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 2.303 into N1 R 8.314 log 2/1. അപ്പൊ log 2.3. You will get an answer. രണ്ടും വേറെ വേറെ ആൻസർ ആയിരിക്കും അല്ലെ? സെയിം കിട്ടും അവിടെ? സെയിം കിട്ടില്ല. ഇതേ ക്വസ്റ്റ്യൻ against a constant external. So this would have been delta S system is different from delta S surrounding. വേറെ വേറെ വാല്യൂ കിട്ടും. അതേസമയം കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് 3 atmosphere എന്ന് പറയുന്നതിന് പകരം a reversible isothermal reversible expansion ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ your delta S system would be same. എന്താണോ പ്രീവിയസ് കിട്ടിയത്, പക്ഷെ ഡെൽറ്റ എസ് സറൗണ്ടിങ് സെയിം ആയിരിക്കോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹാഡ് ദ ക്വസ്റ്റ്യൻ ബീൻ ഇൻസ്റ്റെഡ് ഓഫ് ഇറിവേഴ്സിബിൾ, റിവേഴ്സിബിൾ ഐസോതെർമൽ കോൺസ്റ്റന്റ് 3 atmosphere തന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇതായിരിക്കോ? ഇല്ല. ഇപ്പൊ ഈ പ്രോസസ്സ് റിവേഴ്സിബിളി ആണ് നടന്നത്. മനസ്സിലായോ? ഇപ്പൊ റിവേഴ്സിബിളി നടക്കുമ്പോ എന്താ ഉണ്ടാവുക? ഇത് റിവേഴ്സിബിളി നടക്കുന്ന ഡെൽറ്റ എസ് സിസ്റ്റം ഉണ്ട്, അതിന്റെ നെഗറ്റീവ് ആയിരിക്കും ഡെൽറ്റ എസ് സറൗണ്ടിങ് ആയിട്ട് കിട്ടുക. ഈ ആൻസറിന്റെ സൈൻ മാറ്റിയിട്ടതായിരിക്കും ഡെൽറ്റ എസ് സറൗണ്ടിങ് ആയിട്ട് കിട്ടുക. ഇത് മനസ്സിലാവാത്തവരുണ്ടോ? അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതിന്റെ കൂടെ വരാവുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പൊ ഈ പ്രോസസ്സ് നടന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇറിവേഴ്സിബിളി. അങ്ങനെയെങ്കിൽ ഡെൽറ്റ എസ് സിസ്റ്റം എന്ത്? ഡെൽറ്റ എസ് സറൗണ്ടിങ്. ഡെൽറ്റ എസ് സിസ്റ്റം ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ നടന്നത് റിവേഴ്സിബിളി ഇറിവേഴ്സിബിളി ഒന്നും നോക്കണ്ട. ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ വാട്ട് വുഡ് ബി ക്യൂ ദാറ്റ് ബൈ ടി. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ഡിറൈവ്ഡ് ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് ഉപയോഗിച്ച് ഡെൽറ്റ എസ് സറൗണ്ടിങ് അങ്ങനെയല്ല. ഇപ്പൊ ഇതിന് കിട്ടിയ ഹീറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഇത് നഷ്ടപ്പെടുത്തിയ ഹീറ്റ് ബൈ ടി ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ഇത് ഇറിവേഴ്സിബിളി ആണ് നടന്നത്. ഇറിവേഴ്സിബിളി
അതിൽ നിന്ന് നഷ്ടപ്പെട്ട ഹീറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ എത്ര ഹീറ്റ് ഗെയിൻ, അതിന്റെ സൈൻ മാറ്റിയിടുക. സിസ്റ്റത്തിൽ എത്ര ഹീറ്റ് ഗെയിൻ അറിയാൻ നമ്മൾ എന്താ ചെയ്തേ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ആൻഡ് ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡെൽറ്റ യു 0. അപ്പൊ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. ആ ക്യൂ സിസ്റ്റത്തിന്റെ ആയിരുന്നു, പോസിറ്റീവാ കിട്ടിയത് എന്ന് പറഞ്ഞാൽ സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ്. എങ്കിൽ സറൗണ്ടിങ്ങിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ സറൗണ്ടിങ് എഴുതുമ്പോൾ ആ ക്യൂ മൈനസ് ആയിട്ട് എഴുതുക. ബൈ ടി അറ്റ് വാട്ട് ടെമ്പറേച്ചർ? 300 K. അപ്പൊ ഒരു പ്രോസസ് ഇറിവേഴ്സിബിളി നടക്കുമ്പോൾ അതിൽ വരുന്ന ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് ഡിഫറെന്റ് ഫ്രം ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്നുള്ള പോയിന്റ് ക്ലിയർ ആയോ എന്നാ ചോദിച്ചത്. ആ പ്രോസസ് ഇറിവേഴ്സിബിളി നടക്കുമ്പോൾ ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് ഡിഫറെന്റ് ഫ്രം ഡെൽറ്റ എസ് സറൗണ്ടിങ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ഡിഫറെന്റ് ആയി, സൈൻ വൈസ് ഓപ്പോസിറ്റ് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള പോയിന്റ് പിടികിട്ടിയോ? യെസ്. അതേസമയം the same process if it is done reversibly against constant external pressure ഒന്നും കൊടുക്കാതെ the process undergoes an reversible isothermal expansion undergo ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് സിസ്റ്റം മുമ്പ് കിട്ടിയ അതേ വാല്യൂ തന്നെ കിട്ടും നമുക്ക്. പക്ഷെ ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇതേ വാല്യൂ അല്ല. ഇപ്പൊ ഈ പ്രോസസ് റിവേഴ്സിബിളി നടന്നു. ഇപ്പൊ അതിന് കിട്ടുന്ന ഹീറ്റ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഹീറ്റ് ബൈ ടി ആണ് ആയിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ അതെന്താ വരിക? നമുക്ക് ഡെൽറ്റ എസ് സിസ്റ്റം എന്ത് കിട്ടുന്നു അതിന്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. ഡെൽറ്റ എസ് സറൗണ്ടിങ്, ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്താകും? 0 ആകും. ഡെൽറ്റ എസ് ടോട്ടൽ എന്താകും? 0 ആകും. കാരണം എന്താ? ഡെൽറ്റ എസ് സിസ്റ്റംസ് മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി ഈക്വൽ ടു ഡെൽറ്റ എസ് സറൗണ്ടിങ്. സൈൻ മാത്രമേ ഓപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്നുള്ളത് എന്താകും? 0 ആകും. hope it's clear. Delta S system plus delta S total എന്ന് പറയുന്നത് 0. പക്ഷേ ഇറിവേഴ്സിബിൾ ആണ് ആ പ്രോസസ് നടക്കി ഡെൽറ്റ എസ് ടോട്ടൽ 0 ആവില്ല. കാരണം ഡെൽറ്റ എസ് സിസ്റ്റത്തിന്റെ വാല്യൂ എന്താ? ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ഇതാണെങ്കിൽ ഇപ്പൊ ഇത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കിട്ടിയ ഹീറ്റ് ബൈ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പലതരത്തിൽ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പോസിബിലിറ്റീസും കൂടി പറഞ്ഞു. മനസ്സിലായോ? പ്ലീസ് റെസ്പോണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. So we were at question number 4 and there the correct option is understood എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. എന്നാലേ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്താലേ നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും തെർമോഡൈനമിക്സിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനും ഒരു തെർമോഡൈനമിക്സ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. കുറെ അധികം ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, തെർമോഡൈനമിക്സ്, ഇക്വിലിബ്രിയം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നൊക്കെ ധാരാളം കുറെ അധികം വരാറുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ തെർമോഡൈനമിക്സ് പ്രോബ്ലം ഒക്കെ ഷുവർ ആണ്. സോ ഹാവ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. Question number 5. Using the data provided, calculate the multiple bond energy in kilojoule per mole of a C triple bond C bond energy കണ്ടുപിടിക്കാനേ ക്വസ്റ്റ്യൻ ഉള്ളൂ. Very simple question. Question number 5. What is the bond energy of C triple bond C is the question. In C2H2. ഏതിലാ? In ethine. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. What is C triple bond C bond enthalpy in ethine? Bond enthalpy of CH bond. Bond enthalpy of CH bond is equal to 350 kilojoule per mole എന്ന് തന്നിട്ടുണ്ട്. And see the data given. The first data given is 2 carbon in solid state plus H2 in gaseous state giving C2H2 in gaseous state for which delta H equal 225 kilojoule per mole. Second data given is 2 carbon in solid state giving 2 carbon in gaseous state. Delta H is equal to 1410 kilojoule per mole. And the third data given is H2 in gaseous state giving
2H in gaseous state, delta H is equal to 330 kilojoule per mole. So what is asked here? C2H2, the question is C2H2, 1 mole C2H2 should completely break up to give 2 mole carbon in gaseous state plus 2 mole hydrogen in gaseous state. ഒരു C2H2 കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഇതും ബ്രേക്ക് ചെയ്യണം, ഇവിടെ ബ്രേക്ക് ചെയ്യണം, ഇവിടെ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് എന്തൊക്കെ കിട്ടണം? 2 moles C in gaseous state plus 2 moles H in gaseous state. ഇതിന്റെ ഡെൽറ്റ H അറിയാമെങ്കിൽ, if you find out the delta H for that delta H for this reaction will be equal to 2 times bond enthalpy of CH bond plus bond enthalpy of C triple. കാരണം ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാ? ഇവിടെ ബ്രേക്ക് ചെയ്യണം, ഇവിടെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ 2 CH bond ബ്രേക്ക് ചെയ്യണം, ഒരു C triple bond C ബ്രേക്ക് ചെയ്യണം. 2 CH bonds must be broken and 1 C triple bond C must be broken. So if you know the enthalpy change of this reaction, that is nothing but 2 times bond enthalpy of CH plus 1 time bond enthalpy of C triple bond. So to get delta H of this, we can make use of these equations. We require 1 mole of C2H2 on left hand side. From the 3 equation, we have 1 mole C2H2 on the right hand side in the first equation. So what you do? Reverse equation 1. Required equation has 1 mole C2H2 on the left side. അപ്പൊ നമ്മൾ തന്ന ഇക്വേഷനിൽ എവിടെ C2H2 gaseous കിട്ടുന്നു നോക്കുക. നമുക്കത് കാണുന്നത് ഫസ്റ്റ് ഇക്വേഷനിലാണ്, റൈറ്റിലാണ്. നമുക്ക് റിക്വയർമെന്റിൽ ലെഫ്റ്റിലാ വേണ്ടത്. 1 mole തന്നെ വേണ്ടു. അതുകൊണ്ട് ജസ്റ്റ് റിവേഴ്സ് ഇക്വേഷൻ 1. Then what you do? You require 2 moles carbon gaseous state വേണം റൈറ്റ് സൈഡിൽ. 2 mole carbon gaseous state തന്നെ കിടക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ take equation 2 as such. You require 2 hydrogen gaseous state on the right hand side. നമ്മുടെ third equation 2H റൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ take 3 as such. If you add reversed equation 1 plus 2 plus 3, you will get this requirement. 2C solid will get cancelled. ഇതിനെ reverse ചെയ്യുമ്പോൾ റൈറ്റിലാവും. And H2 gaseous will also get cancelled. Required equation ആയി. എങ്കിൽ required equation delta H ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? Reversed equations delta H plus delta H2 plus delta H3. So equation 1ന്റെ delta H 225 ആണെങ്കിൽ reversed 1ന്റെ delta H minus 225 plus equation 2 1410 plus equation 3 330. ഇത്രയായപ്പോൾ required equation delta H ആയി. Hope it's clear. ലെഫ്റ്റിൽ വരാനുള്ള റിവേഴ്സ് ചെയ്യുമ്പോൾ നാച്ചുറലി സൈൻ മാറ്റാം. 25 1410 plus 330 ഇതായപ്പോ ഡെൽറ്റ എച്ച് ആയി. Equate this delta H to 2 times bond enthalpy of CH bond. 2 into 350 plus bond enthalpy of C triple bond C. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് എത്രയാ കിട്ടുക? 1740 minus 225 എത്രയാ വരുന്നേന്ന് നോക്കുക. That divided by that minus 700. That minus 700 ചെയ്യുമ്പോൾ bond enthalpy ചെയ്തു 815 കിട്ടുന്നുണ്ടെങ്കിൽ that's the right answer. Yes, very good. 815 kilojoule per mole is the right answer. Moving on to question number 6. ഇതിലെ സംശയമൊന്നും ഇല്ല തോന്നുന്നു. ഈ ടൈപ്പ് എങ്ങനെ വേണേ ക്വസ്റ്റ്യൻ വരാം എന്ന് ആലോചിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യും. ഒരിടത്തും തെറ്റാതെ. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണല്ലോ ഓർമ്മ. 2 times ചെയ്യാനൊന്നും മറക്കരുത്. That's it. Going to question number 6. The species which by definition has 0 standard molar enthalpy of formation at 298 Kelvin is.
അപ്പൊ ഇത് നോളജ് പ്യൂർലി നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്താ 298 ആകുമ്പോൾ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഐഡിയ വേണം. കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഇതിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ യു ഷുഡ് ഹാവ് an ഐഡിയ ഓഫ് ദ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് വെരി കോമൺ എലിമെന്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ എങ്കിലേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ആർക്കാ സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 പറയാറ്? എലിമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ആണ് എങ്കിൽ അവരുടെ മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0. For elements in their standard state, their standard molar enthalpy of formation is 0. അപ്പൊ ഓരോന്ന് നോക്കുക. Br2 G ആണ്, തെറ്റി. Br2യുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് at 298 Kelvin is liquid. Cl2 gas is correct. Chlorine standard state at 298 Kelvin is gas. So for this, the standard molar enthalpy of formation is taken as 0. Iodine ആണെങ്കിൽ solid ആണ്, I2 ആണെങ്കിൽ solid ആണ്. ഫ്ലൂറിൻ F2 gaseous ആണ്. പിന്നെ കോമ്പൗണ്ടുകൾ നോക്കാനേ പാടില്ല. കോമ്പൗണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലൊക്കെ വാട്ടർ ലിക്വിഡ് ഒക്കെയാണ്. പക്ഷെ വാട്ടറിന് ലിക്വിഡ് ആണെങ്കിലും ഫോർമേഷൻ ഈസ് ഫ്രം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് ഡെഫിനിറ്റ്ലി ഹാസ് എ വാല്യൂ 0 അല്ല. അപ്പൊ കോമ്പൗണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ തന്നാലും അവരുടെ ഫോർമേഷൻ 0 എന്നൊന്നും എഴുതി വെക്കരുത്. എലിമെന്റ്സ് ഇൻ their സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് molar enthalpy of formation 0. Answer is chlorine. Very simple and straightforward question. Just a knowledge based question. Very next question ഒരു knowledge based question ആണ്. Question number 7. The bond enthalpy in kilocalories per mole of a CC single bond. Just a knowledge based question ആണ്. Carbon carbon single bond very strong. 100 kilocalories per mole. Option C. Knowledge based ആണത്. 100 kilocalories per mole CC bond enthalpy. അതുകൊണ്ടാണ് കാർബൺ കാർബൺ ബോണ്ട് എൻതാൽപ്പി വളരെ ഹൈ ആണ്, വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാറ്റനേഷൻ പ്രോപ്പർട്ടി കാർബൺ. കാരണം സിംഗിൾ ബോണ്ടിന്റെ എൻതാൽപ്പി ഈസ് വെരി ഹൈ, വെരി സ്ട്രോങ് ബോണ്ടാണ്. The term that corrects for the attractive forces present in a real gas in van der Waals equation. Again a knowledge based question. അപ്പൊ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ വീണ്ടും ഒരു നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ, റിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഏത് ടേം ആണ് അട്രാക്റ്റീവ് ഫോഴ്സസിന്റെ കറക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത്? ഒന്ന് സൈസിന്റെ കറക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നതുണ്ട്, വോള്യത്തിന്റെ സൈസ് വൈസ് കറക്ഷൻ. പിന്നൊന്ന് അട്രാക്റ്റീവ് ഫോഴ്സസിന്റെ കറക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത് എന്താ? an²/v², അല്ലേ? റിയൽ ഗ്യാസ് ഇക്വേഷൻ ഓർമ്മയുണ്ടാവും. P+an² / v² into V minus NV is equal to nRT. അപ്പൊ അതില് പ്രഷർ കറക്ഷൻ ഫാക്ടർ ആണ് അട്രാക്റ്റീവ് ഫോഴ്സസിന്റെ കറക്ഷൻ ഫാക്ടർ ആയിട്ട് വരുന്നത് an²/v². വോളിയം കറക്ഷൻ ഫാക്ടറിൽ വരുന്നതാണ് സൈസ് ബേസ്ഡ് NB. ഇവിടെ അട്രാക്ഷന്റെ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് an²/v, P+an²/v². സോ -an²/v² അല്ല, +an²/v². Box option. Again purely knowledge based question. Just a knowledge ഉണ്ടെങ്കിൽ എഴുതാവുന്ന ഒരു question. Question number 9. 2.5 ml of 2/5 molar. We are moving on to question number 9. 2.5 ml of 2/5 molar weak monoacidic base whose Kb is equal to 1 into 10 to the power minus 12. At room temperature at 25 degrees Celsius is titrated against 2/15 molar HCl. എന്താ HCl ന്റെ പ്രത്യേകത? സ്ട്രോങ് മോണോ ബേസിക് ആസിഡ് എന്നുള്ളതാണ് HCl. അത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം. In water at 25 degrees Celsius. അപ്പൊ titration between a weak base and a strong acid is carried out at 25 degrees Celsius. The concentration of H+ at equivalence point. ഇവര് കൃത്യം ഇക്വലൻസ് പോയിന്റിൽ, കൃത്യം ഇതില് നമ്മൾ ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് ആസിഡ് ആയിരിക്കും ബ്യൂററ്റിൽ എടുത്തിട്ടുണ്ടാവുക, അവിടെ വീക്ക് ബേസ് ആയിരിക്കും പിപ്പറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും ഫിക്സ്ഡ് ml ഓഫ് ബേസ് കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അവസാനത്തെ ഡ്രോപ്പ് എത്ര വോള്യം ആവശ്യമുണ്ടോ ആ വോള്യം കൃത്യം ആഡ് ചെയ്യുമ്പോൾ ഇക്വലൻസ് പോയിന്റ് വിച്ച് വിൽ ബി
noted through suitable indicator. ഏതാ suitable indicator ആവുക? weak ബേസും strong ആസിഡും വരുമ്പോൾ suitable indicator ആരാ വരിക? സാധാരണ മിഥൈൽ ഓറഞ്ചാ ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. weak ബേസും strong ആസിഡും. റിവേഴ്സ് ആണെങ്കിൽ weak ആസിഡും strong ബേസും ആണെങ്കിൽ സാധാരണ phenolphthalein is a good indicator. അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ suitable ഇല്ല. അപ്പൊ correct equivalence point. ഇതിലത്തെ എല്ലാ ബേസും ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര HCl വേണോ? എല്ലാ ബേസും സോൾട്ട് ആവാൻ എത്ര HCl വേണോ? ആ പോയിന്റ് ഇക്വലൻസ് പോയിന്റ്. അത് കൃത്യം നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്താൽ നമ്മൾ അവിടെ വെച്ച് നിർത്തും. അപ്പൊ കറക്റ്റ് അത്രയും ml HCl നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ഒഴിച്ച് കഴിയുമ്പോൾ at equivalence point what is the H plus concentration? moles per liter of H plus. അതിന് എന്ത് കണ്ടാ മതി? pH കണ്ടാ മതി അല്ലേ? pH കണ്ടു കഴിഞ്ഞാൽ antilog of minus pH will give you H plus concentration. അപ്പൊ ഇവിടെ ചോദ്യം equivalence പോയിന്റിലെ H plus concentration എന്ത്? at equivalence point. at equivalence point pH കാണുക. pH കണ്ടിട്ട് antilog of minus pH will give you H plus concentration in mole per liter. അപ്പൊ ഇവിടെ എന്താണ് principle? What is the principle? A weak base is titrated against a strong acid. equivalence പോയിന്റിൽ എന്തായിരിക്കും ഇതിന്റെ pH എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിക്കും? ഇവിടെ ആരും എക്സസ് ഇല്ല. കൃത്യം ബേസ് ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ആസിഡ് വേണോ അത്രേ ഇടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ pH തീരുമാനിക്കാരാ? ആ കിട്ടുന്ന സോൾട്ടിന്റെ ഹൈഡ്രോളിസിസ്. ഡു യു അഗ്രി? ഒരു വീക്ക് ബേസ് BOH എന്ന് എഴുതുകയാണ്. വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ് HCl will give you a salt which is BCl and water കിട്ടി. അപ്പൊ കൃത്യം കംപ്ലീറ്റ് BOH നെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര വേണോ അത്രേ. കാരണം ടൈട്രേഷൻ ആണ്, അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇക്വലൻസ് പോയിന്റിൽ ഇവർ രണ്ടാളും കൂടുതലില്ല. കൃത്യം ഈക്വൽ ആയിട്ട് റിയാക്ട് ചെയ്ത് പോയി. പോയിന്റിൽ ആരൊക്കെ ഉണ്ട്? BCl ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പൊ BClന്റെ ഹൈഡ്രോളിസിസ് ആണ് തീരുമാനിക്കുക ഇതിന്റെ pH എന്തായിരിക്കും. അപ്പൊ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ salt hydrolysis. What type of salt is this? A salt formed between strong acid and weak base. What is the formula to find out the pH of a salt? അപ്പൊ salt hydrolysis of salt ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാവുക. hydrolysis of a salt formed between a weak base and strong acid and weak base acidic ആയിരിക്കും. So minus pKb minus log C. അപ്പൊ ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാം. pH is equal to pH of a hydrolysis of a salt formed between a weak base and strong acid half into pKw minus pKb minus log C. അപ്പൊ ഇവിടെ half into 298 കെൽവിനിൽ pKb യുടെ വാല്യൂ 14, pKw യുടെ വാല്യൂ 14, Kb is given 10 to the power minus 12. So pKb is equal to negative log of 10 to the power minus 12, which is 12. So pKb is 12 minus log molarity of salt. C is molar concentration of salt. അപ്പൊ നമുക്ക് വേണ്ടത് molar concentration of salt ആണ്. And this being monoacidic and this being monobasic. ഇത് മോണോ ആസിഡിക്കും ഇത് മോണോ ബേസിക്കും ആയതുകൊണ്ട് ഉണ്ടാകുന്ന സോൾട്ട് എപ്പോഴും അതേ നമ്പർ ആയിരിക്കും. എന്താണ് സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ? സീ സോൾട്ട് is equal to molar concentration of salt is equal to number of moles of salt divided by V in liter, or number of millimoles divided by V in milliliter. Concentration of salt എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. എന്താ മോളാർ കോൺസെൻട്രേഷൻ? ഒന്നിലോ നമ്പർ ഓഫ് മോൾസ് ബൈ വി ഇൻ ലിറ്റർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലിമോൾസ് ബൈ വി ഇൻ മില്ലി ലിറ്റർ.
ഇവിടെ ഒക്കെ മില്ലി ലിറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം number of millimole of will be same as number of millimole of BOH or number of millimole of HCl divided by volume of solution in milliliter. അപ്പൊ അപ്പൊ ഇവിടെ നമുക്ക് പറയാം number of millimoles of salt is equal to number of millimole of base. The number of millimoles of base, molarity of base എത്രയാ 2/5 molar into V in milliliter will give you number of millimoles. M into V will give you number of moles. അല്ലേ? Molarity into volume in liter will give you number of moles. So molarity into volume in milliliter will give you number of millimole of base, which will be same as കാരണം എണ്ണം അങ്ങനെയാ വരിക കേട്ടോ കോഎഫിഷ്യന്റുകൾ. അപ്പൊ number of millimoles of salt by volume in milliliter. Number of millimole എന്താ same as number of millimole of base, which is same as number of millimole of acid. അപ്പൊ നമുക്ക് പറയാം number of millimole of salt is equal to number of millimole of base, which is 2/5 into എന്താ molarity into volume in milliliter, which is 2/5 into 2.5 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നേ 1 millimole. എത്രയാ number of millimole of salt വരുന്നേ 1 millimole salt ഉണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് വോള്യം എത്രയുണ്ട് വോള്യം എത്രയുണ്ടെന്ന് അറിയാനായിട്ട് 2.5 ml ബേസിന്റെ കൂടെ ടൈട്രേറ്റ് ചെയ്ത് HCl എത്ര ആഡ് ചെയ്തെന്നുള്ള വോള്യം കൂടെ കിട്ടിയാലല്ലേ നമുക്ക് ടോട്ടൽ വോള്യം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സൊല്യൂഷനില്. ഇത് 2.5 ml HCl എത്ര വോള്യം ആഡ് ചെയ്തു എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇത് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബോത്ത് ബീയിങ് മോണോ അസിഡിക് ആൻഡ് മോണോ ബേസിക് നമുക്ക് വോള്യം കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം M1V1 equal M2V2 ചെയ്യാം. അത് ബേസിസിറ്റിയും അസിഡിറ്റിയും സെയിം ആയവർക്ക് മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ. ബേസിസിറ്റിയും അസിഡിറ്റിയും സെയിം ആയവർക്ക് മാത്രമേ M1V1 equal M2V2 ചെയ്യാവൂ. അവരുടെ ബേസിസിറ്റിക്കും അസിഡിറ്റിക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ M1V1 will not be equal to M2V2. എന്താ N1V1 will be equal to N2V2. ബേസിസിറ്റി സെയിം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തിനെ ഇക്വേറ്റ് ചെയ്യാം നമുക്ക് M1 into V1. എന്താ M1 into V1? Molarity 2/5 into V1 2.5 is equal to M2. എന്താ 2/15 into volume of HCl. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വോള്യം ഓഫ് HCl എത്ര കിട്ടും 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് 5 ഇവിടെ 3 ആകും അല്ലേ. or volume of HCl will be 2.5 times 3. നമുക്ക് വോള്യം ഓഫ് HCl എത്ര കിട്ടും 7.5 ml എന്ന് കിട്ടും. അപ്പൊ ബേസിന്റെ വോള്യം 2.5 ml, ആസിഡിന്റെ വോള്യം 7.5 ml. അപ്പൊ എന്താ ടോട്ടൽ വോള്യം ഓഫ് സൊല്യൂഷൻ ടോട്ടൽ വോള്യം 2.5 plus 7.5 10 ml. ഇപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട് number of millimole of salt ഉണ്ട് which is 1 millimole. Volume of solution ഉണ്ട് which is 10 ml. So what is molarity of salt now? Concentration of salt 1 divided by 10 അഥവാ 10 to the power minus 1 molar. Hope it's clear. അപ്പൊ നമുക്ക് we are provided with a weak monoacidic base which is titrated against a strong monobasic acid. Equivalence point il എന്തായിരിക്കും ഇതിലത്തെ H plus concentration. Equivalence point le pH കണ്ടാൽ H plus concentration കാണാം. അപ്പൊ ഇത് equivalence point il salt ഉണ്ടാവുള്ളൂ. കാരണം equivalence point എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ബേസിനെയും കൃത്യം ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സസ് ആസിഡും ഇല്ല എക്സസ് ബേസും ഇല്ല. അപ്പൊ സോൾട്ടിന്റെ ഹൈഡ്രോളിസിസ് will decide what will be the pH. Since it is a salt formed between weak base and strong acid, pH may be calculated using this formula. At 298 Kelvin, pKw is 14. pKb, negative log of Kb, so that is 12. Ini log C. What is this log C? Molarity of salt. Molarity of salt endana
number of moles of salt by volume in liter അല്ലെങ്കിൽ number of millimole of salt by volume in milliliter. So we need to get number of millimole of salt as well as V solution milliliter കിട്ടണം. അപ്പൊ നമുക്കറിയാം മോണോ അസിഡിക്കും മോണോ ബേസിക്കും ആയതുകൊണ്ട് number of moles of salt will be same as number of moles of base. അഥവാ millimole is same as millimole. എന്താ number of millimole of base? Molarity into volume in milliliter. So 2.5 into 2 by 5 will be the number of millimoles of base, which is same as number of millimole of salt. So you got it as 1 millimole എന്ന് കിട്ടി. ഇപ്പൊ millimole of salt കിട്ടി. ഇനി divided by volume in ml. Total volume. We know base volume is 2.5 ml. ആസിഡ് എത്ര ഒഴിച്ചു അതും കൂടെ കിട്ടിയാലേ ടോട്ടൽ വോള്യം കിട്ടുള്ളൂ. അപ്പൊ അതറിയാനായിട്ട് രണ്ടും മോണോ ആസിഡിക്കോ മോണോ ബേസിക്കോ ആയതുകൊണ്ട് ഈസി ആയിട്ട് M1V1 is M2V2 ഇട്ട് ചെയ്യാം. അല്ല ഇവരിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. എന്താ ചെയ്യാവുന്നത്? N1 നോർമാലിറ്റി ആക്കിയിട്ട് N1V1 equal M2V2 ചെയ്യാം. What is the conversion of molarity to normality? Normality is equal to N factor into molarity. എന്താ N factor? Basicity of the acid അഥവാ acidity of the base. അത് ശ്രദ്ധിക്കണം. അവിടെ പക്ഷെ ഇവിടെ രണ്ടും മോണോ അസിഡിക് മോണോ ബേസിക് ആയതുകൊണ്ട് don't waste time doing normality and all. Directly do it. അപ്പൊ നമുക്ക് അതിൽ നിന്ന് volume of 7.5 2.5 into 2.5 equal 2 by 15 molar into volume അറിയില്ല VHCl 7.5 ml. Now we have 2.5 ml base plus 7.5 ml acid giving a total volume of solution which is 10 ml. Now you have number of millimoles of salt. We have volume of solution in milliliter. So number of millimoles of salt by volume in milliliter will give me molar concentration of the salt, molarity of the salt, which is 0.1 molar, അഥവാ 10 to the power minus 1 molar. Let us substitute that here. ഇനി നമുക്ക് അതവിടെ substitute ചെയ്യാം. So when we substitute that here, we get it as pH is equal to half into 14 minus 12 minus log of 10 to the power minus 1. So log of 10 power minus 1. That can be written as minus 1 log 10 എന്ന് എഴുതാം. Or you have pH is equal to half into 14 minus 12 plus 1 which is half into 3 എന്ന് കിട്ടും അല്ലേ? half into 3 അഥവാ you get pH is equal to 1.5. ചോദ്യം pH എന്താന്നല്ല H plus concentration. So negative log concentration of H plus is 1.5. pH എന്ന് പറയുന്നത് എന്താ? Negative log concentration of H plus is 1.5. Or you can write log concentration of H plus is minus 1.5. So H plus concentration is anti-log of negative 1.5. Negative numbers മെത്തേഡ് ഞാൻ എപ്പോഴും ഈ ഡെസിമലിന്റെ സ്ഥാനത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നെഗറ്റീവിന്റെ മുകളിൽ -1 കൊടുക്കുക, ഡെസിമലിന് ശേഷമുള്ള നമ്പറിന്റെ മുകളിൽ +1 കൊടുക്കുക. +1 after decimal it is 0.5. Before -1 -2. ഇനി നമുക്ക് ആന്റി-ലോഗ് വാല്യൂ എഴുതുമ്പോൾ എങ്ങനെയാ കിട്ടുക? H plus concentration is equal to ഈ ഭാഗത്തിന് 10 to the power -2 bar 2 10 to 0.5. നമുക്കറിയാം 3യുടെ ലോഗ് വെരി ക്ലോസ് ടു 0.4771. 4ന്റെ ലോഗ് ആകുമ്പോഴേക്കും 0.6020 ആയി. It's a number little greater than 3, slightly greater than 3, approximately equal to 3 അല്ല 3 point some number into 10 to the power -2 molar moles per liter. Hope this question is clear. H plus ചോദ്യം
അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോൾട്ട് ഹൈഡ്രോളിസിസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. കാരണം എന്താ, ആസിഡും ബേസും ഒന്നും എക്സസ് ഇല്ല. കൃത്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വലൻസ് പോയിന്റ്. ഒരാളും എക്സസ് ഇല്ല. എക്സസ് ഉണ്ടെങ്കിൽ വീക്ക് ബേസ് ആണ് എക്സസ്, സ്ട്രോങ് ആസിഡ് ആണ് കുറവെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ബേസ് ബഫർ. സോൾട്ടും പിന്നെ വീക്ക് ബേസ് എക്സസ് കിടക്കുന്നത്. അപ്പൊ ബഫർ ഉപയോഗിക്കണം. ബേസ് ബഫറിന്റെ POH കാണാനുള്ള ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഉപയോഗിച്ച് POH കണ്ട് 14 - POH will give you pH. അതിൽ നിന്ന് H+ കോൺസെൻട്രേഷനിലേക്ക് എത്താം. അല്ല, സ്ട്രോങ് ആസിഡ് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ സോൾട്ട് ഉണ്ടായിട്ട് ബാക്കി ആസിഡ് ഉണ്ടാവും. ആ ബാക്കി ആസിഡ് എത്ര ഉണ്ട് എന്ന് കണ്ടിട്ട് ആ ആസിഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത്, കാരണം അത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പൊ ഈ സോൾട്ട് ഹൈഡ്രോലൈസ് ചെയ്ത് കിട്ടുന്നതിനേക്കാളൊക്കെ ധാരാളം കൂടുതൽ ഉണ്ടാവും ഒരു സ്ട്രോങ് ആസിഡ്. അപ്പൊ ഇതിനെ നെഗ്ലക്ട് ചെയ്യുക സോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന്. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സസ് ആസിഡ് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ആസിഡ് പ്രൊവൈഡ് ചെയ്യുന്ന H+. മോണോ ആസ് ബേസിക് ആയതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് HCl സെയിം ആസ് കോൺസെൻട്രേഷൻ ഓഫ് H+. അങ്ങനെ കിട്ടും. അപ്പൊ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുക. ഏതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ, അത് കണ്ടുപിടിക്കലാണ് വളരെ പ്രധാനം. ഇവിടെ രണ്ട് ഈക്വൽ ആണ്, കൃത്യം ഈക്വലൻസ് പോയിന്റ്. അപ്പൊ സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ് കോൺസെപ്റ്റ്. ഉടനെ നിങ്ങൾ ഏത് ടൈപ്പ് സോൾട്ട് ആണെന്ന് കണ്ടുപിടിച്ചു, അതിന്റെ pHന്റെ ഫോർമുല എഴുതിയിട്ടു. അതിൽ pKw എഴുതാൻ എളുപ്പമായിരുന്നു, pKb എഴുതാൻ എളുപ്പമായിരുന്നു. കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ തെറ്റിക്കരുത്. ആദ്യ കോൺസെൻട്രേഷനാ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ. എന്താ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ? ഐദർ യു ഡു മോൾസ് ഓഫ് സോൾട്ട് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ മില്ലിമോൾസ് ഓഫ് സോൾട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റർ. മില്ലിമോൾ ഓഫ് സോൾട്ട് കാണാൻ നമുക്കറിയാം മോണോ അസിഡിക്കും മോണോ ബേസിക്കും ആയതുകൊണ്ട് നമ്പർ ഓഫ് മില്ലിമോൾ ഓഫ് ബേസ് കൺസ്യൂംഡ് തന്നെയായിരിക്കും, നമ്പർ ഓഫ് മില്ലിമോൾ ഓഫ് ആസിഡ് കൺസ്യൂംഡ് തന്നെയായിരിക്കും, നമ്പർ ഓഫ് മില്ലിമോൾ ഓഫ് സോൾട്ട് ഫോം. അപ്പൊ നമുക്ക് മൊളാരിറ്റി ഇൻടു വോളിയം ഇൻ മില്ലി ലിറ്റർ വിൽ ഗിവ് യു നമ്പർ ഓഫ് മില്ലിമോൾ. അപ്പൊ നമ്മൾ സോൾട്ടിന്റെ മില്ലിമോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടാൻ ഇയാളുടെ വോളിയം അറിയുള്ളൂ, ഇയാളുടെ വോളിയം കണ്ടുപിടിക്കണം. രണ്ടിന്റെയും ബേസിസിറ്റി അസിഡിറ്റി സെയിം ആയതുകൊണ്ട് don't waste time converting it into normality and all. Directly do M1V1 is M2V2, from which you got volume of HCl. Volume of base plus volume of HCl will give you total volume. ഇപ്പൊ നമ്മുടെ കയ്യിൽ മില്ലിമോൾ ഓഫ് സോൾട്ടും ഉണ്ട്, ടോട്ടൽ വോളിയം ഉണ്ട്. 1/other ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടി. ആ കോൺസെൻട്രേഷൻ എടുത്ത് നമ്മൾ ഇവിടെ ഇട്ടു. നമുക്ക് pH കിട്ടി. pHനെ H+ കോൺസെൻട്രേഷൻ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആന്റി ലോഗ് ഓഫ് മൈനസ് pH ചെയ്താൽ. ആന്റി ലോഗ് ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ചെയ്യാൻ എളുപ്പമാർഗ്ഗം ഞാൻ ശേഷം ഡെസിമലിന് മുകളിൽ ഒരു ഇടുക. +1 - 0.5 കിട്ടി, -1 - 2 കിട്ടി. ഈ -2നെയാണ് നമ്മൾ 10⁻⁻2 ആയിട്ട് എഴുതേണ്ടത്. 0.5ന്റെ ആന്റി ലോഗ് ഏകദേശം ഏത് വരും? ഞാൻ പറഞ്ഞു 1 to 10 ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ എളുപ്പമാണ്. അപ്പൊ ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു 3 plus some number ആയിരിക്കും, 3 point some number എന്ന് പറയുന്ന ഓപ്ഷൻ ഏതിലാ വരുന്നേ? ഓപ്ഷൻ സി, 3.2 into 10⁻⁻2 മോളാർ. ഓപ്ഷൻ സി ആണ് ശരി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം ഇക്വിലിബ്രിയം ചാപ്റ്റർ. എപ്പോഴും വരാൻ സാധ്യതയല്ല ഇത് തന്നെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാൻ ഇതിന്റെ കൂടെ എന്തൊക്കെ പറഞ്ഞു? ഇനിയിപ്പോ ഒരാൾ എക്സസ് ഉണ്ട്, ഒരാൾ കുറവേ ഉള്ളൂ എങ്കിൽ, വീക്ക് ബേസ് ആയിരുന്നു എക്സസ് എങ്കിൽ നമ്മൾ ബഫർ ഉപയോഗിക്കും, ഹെൻഡേഴ്സൺ ഇക്വേഷൻ ഉപയോഗിക്കും. അല്ല, സ്ട്രോങ് ആസിഡ് ആയിരുന്നു എക്സസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടായ സോൾട്ട് എത്രയുണ്ട് എന്നൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് ബാക്കി ആസിഡ് എത്രയുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്താണോ അത് തന്നെയായിരിക്കും. സ്ട്രോങ് മോണോ ബേസിക് ആയതുകൊണ്ട് അത് തന്നെയായിരിക്കും H+ കോൺസെൻട്രേഷൻ എഴുതും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ വരാവുന്ന മറ്റു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകാം. എ ഗ്യാസ് ഡിസ്ക്രൈബ്ഡ് ബൈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ഗ്യാസ്. എ ഗ്യാസ് ഡിസ്ക്രൈബ്ഡ് ബൈ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് അതിൽ അനലൈസ് ചെയ്യാം. The first option ശ്രദ്ധിക്കുക. A behaves similar to an ideal gas in the limit of large molar volumes. Behaves similar to an ideal gas in the limit of large molar volume. Large molar volume എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മോളിന് നമ്മൾ ധാരാളം വോള്യം, അതായത് വോള്യം ഓഫ് കണ്ടെയ്നർ വലുതാണെങ്കിൽ, വോള്യം ഓഫ് കണ്ടെയ്നർ വലുതാണെങ്കിൽ അവിടെ ആ ഗ്യാസ് ഒരു റിയൽ ഗ്യാസ് ആണെങ്കിലും
if you provide large volume, it can behave like an ideal gas. True or false? Be quick. If ഇങ്ങനെയൊക്കെ ഉള്ളൂ എങ്കിൽ, if actual volume is negligible compared to total volume എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ പറയുന്നത്. അഥവാ വെരി ലോ പ്രഷർ. യെസ്, വെരി ഗുഡ് ലബീബ്, വെരി ഗുഡ്. ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരു റിയൽ ഗ്യാസ് കണ്ടീഷണൽ ആണ്. ഒരു ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? അറ്റ് വെരി ലോ പ്രഷേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ലാർജ് ഒരു മോളിന് വലിയ വോള്യം പ്രൊവൈഡ് ചെയ്താൽ ഇറ്റ് ക്യാൻ ഷോ അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം മോളിക്യൂൾസ് അകന്നാ കിടക്കുന്നത് അല്ലെ. അപ്പോ ആൻഡ് ആക്ച്വൽ വോള്യം ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യം ഓഫ് ദി ഗ്യാസ്. അപ്പോ ഇറ്റ് ഈസ് ട്രൂ. എ ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഇനി നമുക്ക് ബി ഓപ്ഷൻ ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. ആദ്യത്തെ ശരിയാണ്. വലിയ കണ്ടെയ്നറിൽ കുറച്ച് മോളിക്യൂൾസേ ഉള്ളൂ എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും നെഗ്ലിജിബിൾ ആണ്. അതേപോലെ തന്നെ ആക്ച്വൽ വോള്യം ബിക്കം വെരി സ്മോൾ കമ്പയർഡ് ടു ടോട്ടൽ വോള്യം ഓഫ് ദി കണ്ടെയ്നർ. എ ഈസ് ട്രൂ. ബി ശ്രദ്ധിച്ചു വായിക്കുക. ബിഹേവ് സിമിലർ ടു an ideal gas in the limit of large pressures. ഹൈ പ്രഷർ കൊടുത്താൽ ഒരു റിയൽ ഗ്യാസിനെ ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവിയർ. ഈസ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഇൻ ദ ലിമിറ്റ് ലാർജ് പ്രഷേഴ്സ് നോ. വെരി ഗുഡ്. കാരണം പ്രഷർ കൂടിയാൽ ഡെഫിനറ്റ് ആയിട്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. വെരി ഹൈ പ്രഷേഴ്സ് വന്നാൽ റിപ്പൽഷൻ ഡോമിനേറ്റ് ചെയ്യും. ഒരു മോഡറേറ്റ് പ്രഷർ വരെയൊക്കെ സാധാരണ ഗ്യാസുകളിൽ അട്രാക്ഷൻ കൂടി കൂടി വരും. വെരി ഹൈ പ്രഷർ റീജിയൻ വന്നാൽ റിപ്പൽഷൻ കൂടും. അപ്പൊ എന്തായാലും അവിടെ ഇന്ററാക്ഷൻ നടക്കും. ഹൈ പ്രഷർ, മോഡറേറ്റ് പ്രഷർ ആയാലും ഹൈ പ്രഷർ ആയാലും ഇന്ററാക്ഷൻ വന്നാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് ഇൻ ലിമിറ്റ് ഓഫ് ലാർജ് വോള്യം, മോളാർ വോള്യം, യെസ് ഇറ്റ് ക്യാൻ ബിഹേവ് ലൈക്ക് ആൻ ഐഡിയൽ ഗ്യാസ്. പക്ഷെ ലാർജ് പ്രഷറിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡീവിയേറ്റ് ലാർജ് ഫ്രം വലിയ ഡീവിയേഷൻ കാണിക്കും ഐഡിയൽ ബിഹേവിയറിൽ നിന്ന്. ബി ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സി ഓപ്ഷനിലേക്ക് പോകാം. is characterized by van der Waals coefficients that are dependent on the identity of the gas. അവര് ഒരു റിയൽ ഗ്യാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാൻ ഡെർ വാൾസ് ഗ്യാസ് കോൺസ്റ്റന്റ്. ശരിയല്ലേ? ഇപ്പൊ മീഥൈൻ എടുത്താൽ അതിന് കൃത്യമായിട്ട് എ വാല്യൂ ഉണ്ട്, ബി വാല്യൂ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ കൃത്യം ഒരു എ വാല്യൂ ഉണ്ട്, ബി വാല്യൂ ഉണ്ട്. സോ റിയൽ ഗ്യാസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആര്യ? ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. മീഥൈനിന്റെ എ ബി വാല്യൂ അല്ല കാർബൺ ഡൈ ഓക്സൈഡിന്, ആ എ ബി വാല്യൂ അല്ല കാർബൺ മോണോക്സൈഡിന്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലാതെ വേറെ ആരെങ്കിലും എയും ബിയും ഡിപ്പെൻഡ് ചെയ്യോ? ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഗ്യാസിന്റെ എയും ബിയും മാറുമോ? ഇല്ല. അതിന്റെ സിഗ്നിഫിക്കൻസ് മാറും. പ്രഷർ മാറുന്നതിനനുസരിച്ച് എയുടെയും ബിയുടെയും വാല്യൂ മാറുമോ? ഇല്ല. അതിന്റെ സിഗ്നിഫിക്കൻസ് മാറും. വെരി ഹൈ പ്രഷർ ആണെങ്കിൽ നമ്മൾ പറയും എ n സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻസിഗ്നിഫിക്കന്റ് ആയി പോകുന്നു അവിടെ, അല്ലേ? അവിടെ അത് ഇൻസിഗ്നിഫിക്കന്റ് ആയി പോകുന്നു എന്ന് പറയുന്നു. അപ്പോ സിഗ്നിഫിക്കൻസേ മാറുന്നുള്ളൂ. എയുടെയും ബിയുടെയും വാല്യൂസ് ക്വസ്റ്റ്യൻ നമ്പർ 10 ഗ്രാഫ് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗ്രാഫ് തന്നുണ്ടോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് വന്നുണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ തന്നിരിക്കണേ അത് ചെയ്യാ കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാ, ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട്. അപ്പൊ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നപ്പോ ഗ്രാഫ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വന്ന അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും നല്ലോണം അനലൈസ് ചെയ്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലാർജ് മോളാർ വോള്യം യെസ്, പക്ഷെ ഹൈ പ്രഷറിൽ നോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അത് നമുക്ക് 32 എത്തുമ്പോ 32 ഗ്രാഫിക്കലി ചോദിച്ചാൽ ഗ്രാഫിക്കലി ചെയ്യാൻ അറിയണം. സ്റ്റേറ്റ്മെന്റ് മാത്രം തന്നാലും അത് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു കമ്പാരിസൺ പറ്റില്ലല്ലോ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ മെറ്റീരിയലിൽ നിങ്ങൾക്ക് 32 സിമിലർ ടു ദിസ്. പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക്
എങ്ങനെയാ വരിക എന്ന് അറിയില്ല. അപ്പൊ എങ്ങനെ വന്നാലും ചെയ്യാൻ ബി പ്രിപ്പയർഡ്. അപ്പൊ ഇത് വെറും ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെ അത് ചെയ്യും? ഗ്രാഫ് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഗ്രാഫ് തന്നാൽ കുറച്ചും കൂടി എളുപ്പമായി നോക്കിയിട്ട് ചെയ്യാൻ. അതൊന്നും തരാതെ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അതിന്. ഏതാ നിങ്ങളുടെ 10th ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് യുവർ 10th ക്വസ്റ്റ്യൻ? ആണോ? 32ാമത്. അപ്പൊ 32ാമത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞത് 32 ആണ് അല്ലെ? അപ്പൊ നമുക്കത് 32 വരുമ്പോ ചെയ്യാം. കാരണം ഇത് മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ 32 ക്വസ്റ്റ്യൻ എടുക്കും ഇപ്പൊ തൽക്കാലം. ഇത് എന്തായാലും 2 എണ്ണം പറഞ്ഞ സ്ഥിതിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇത് മൾട്ടിപ്പിൾ മോർ ദാൻ വൺ ഓപ്ഷൻ കറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ ഓപ്ഷൻ കാറ്റഗറിയിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ 32ലേക്ക് മാറ്റിയിട്ടുണ്ടാവും. വെരി ഗുഡ്. എന്റെ കയ്യിലുള്ള കോപ്പിയിൽ ഞാൻ മാറ്റിയിട്ടില്ല. അതുകൊണ്ടാ. ഓക്കെ. അപ്പൊ അത് ശരിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും 2 എണ്ണം ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് അടുത്തും കൂടി പറയാം. സോ ദാറ്റ് ഈസ് കറക്റ്റ്. വാൻ ഡെർ വാൾസ് കോഎഫിഷ്യൻസ് നേച്ചർ ഓഫ് ദ ഗ്യാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പ്രഷർ മാറിയാലോ ടെമ്പറേച്ചർ മാറിയാലോ അവരുടെ വാല്യൂ മാറില്ല, അവരുടെ സിഗ്നിഫിക്കൻസ് മാറാമായിരിക്കാം. നമ്മൾ ചിലപ്പോൾ പറയും ഇതിനെ നെഗ്ലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നെഗ്ലക്ട് ചെയ്യുന്നത്? ചിലപ്പോൾ പി ഹൈ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബി ഹൈ ആയതുകൊണ്ടൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അവരുടെ വാല്യൂ അല്ല മാറുന്നത്, അവരുടെ സിഗ്നിഫിക്കൻസ് മാറുന്നു. അപ്പൊ സി ഈസ് കറക്റ്റ്. അപ്പൊ 32 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 32. Dog option has the pressure that is lower than the pressure exerted by same gas behaving. Generally, that is correct. Generally, since they have attraction, അവര് കാണിക്കുന്ന പ്രഷർ കുറവായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവാണ് അത് കാണിക്കുക. കാരണം അട്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള പോയി സർഫസിൽ അല്ലെങ്കിൽ അതിന്റെ വാൾസിൽ പോയി ഇടിക്കുന്ന പ്രഷറെ അത് കാണിക്കുള്ളൂ. സോ ഇറ്റ് ഹാസ് എ പ്രഷർ ലെസ് ദാൻ പ്രഷർ എക്സേർട്ടഡ് ബൈ സെയിം ഗ്യാസ് ബിഹേവിംഗ് ഐഡിയലി. അത് അറിയാലോ, ഇന്ററാക്ഷൻ കാരണം കുറെ മോളിക്യൂൾസ് പോയി പതിക്കുന്ന മോളിക്യൂൾ അത്രയും ഫോഴ്സിൽ പോയി പതിക്കാൻ പറ്റില്ല. കാരണം സം മോളിക്യൂൾസ് വിൽ ബി ഡ്രാഗിങ് ദം ബാക്ക്. അപ്പൊ ഇതില്ലായിരുന്നുവെങ്കിൽ, ഇതൊരു ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എക്സേർട്ടഡ് എ ഗ്രേറ്റർ pressure. So it shows a pressure which is less than had it been an ideal gas. അപ്പൊ ഡിയും ശരിയാണ്. എ സി ഡി ശരിയാണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സിൽ വരേണ്ടതാ. അതുകൊണ്ടാണ് ഞാനത് മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്റെ കോപ്പിയിൽ ഞാനത് മാറ്റിയിട്ടില്ല. അപ്പൊ 32 ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. എ സി ഡി. അപ്പൊ 10th അപ്പൊ അവിടെ വരുന്നുണ്ടാവും. ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. എന്റെ കോപ്പിയിൽ 11th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. Solubility product constant. അതല്ലേ നിങ്ങളുടെ 11th question? Is the 11th question solubility product constant KSPS of salts of type MX, MX2 and M3X at temperature T. All the salts at same temperature. The 3 salts KSP are given for 3 salts: MX type salt, MX2 type salt and M3X type salt at same temperature. Their KSP values are 4 into 10 to the power minus 8, 3.2 into 10 to the power minus 14 and 2.7 into 10 to the power minus 15 respectively. The solubilities of these salts at temperature T are in the order. ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, if all these salts are of same type, then directly you can compare KSP. Higher the KSP, higher the solubility. Lower the KSP, lower the. ശ്രദ്ധിക്കുക, എല്ലാവരും MX type. ഇത് MX, ഇത് TQ, ഇത് PR, സെയിം ടൈപ്പ് സോൾട്ടുകൾ. ഒരു കാറ്റിയോണും ഒരു ആനിയോണും ആയിട്ട്. അല്ലെങ്കിൽ എല്ലാം MX2 ടൈപ്പ്, CaCl2, BaCl2, അല്ലെങ്കിൽ എല്ലാം ഒരേ ടൈപ്പ് സോൾട്ടുകൾ അല്ലെ. ZnNO3 ട്വൈസ് ഒരേ ടൈപ്പ് സോൾട്ടുകളാണ് തന്നിട്ടുള്ളത് എങ്കിൽ solubility order ചോദിച്ചാൽ you don't bother about converting it into solubility and all. Directly compare KSP. Higher the KSP, higher the solubility. Lower the KSP, lower the solubility. But if the salts are of different types like this, സോൾട്ടുകൾ ഡിഫറെന്റ് ടൈപ്പ് ആണ് എങ്കിൽ KSP നോക്കിയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം റിലേഷൻ ബിറ്റ്വീൻ KSP ആൻഡ് solubility differ in all the 3 cases.
So arrive at solubility and compare the solubility. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, എല്ലാ സോൾട്ടുകളും ഒരേ ടൈപ്പ് ആണ് എങ്കിൽ don't waste time, directly compare their KSP. Higher the KSP, higher the solubility. Lower the KSP, lower. But if the salts are of different types like this, then don't just go for KSP. KSP യിൽ നിന്ന് S കണ്ടിട്ട് compare S values. അപ്പൊ ആദ്യത്തെ ടൈപ്പ് സോൾട്ട്, അപ്പൊ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഫോർ എ ജനറൽ സോൾട്ട് ഓഫ് ദി ടൈപ്പ് AXBY ടൈപ്പ് സോൾട്ട് ആണെങ്കിൽ how is its KSP related to solubility? X to the power X into Y to the power Y into solubility to the power X plus Y. Hope you remember this expression. X to the power X into Y to the power Y into solubility to the power X plus Y. അപ്പൊ ഇവിടെ mx ന്റെ KSP വാല്യൂ, ഇതാണ് ഇതിന്റെ KSP വാല്യൂ, ഈസ് ഈക്വൽ ടു സോലിബിലിറ്റി സ്ക്വയർ അല്ലേ? കാരണം 1 to the power 1 into 1 to the power 1 into S to the power 1 plus 1. അപ്പൊ ഇതെന്താ? S സ്ക്വയർ ആണ്. S സ്ക്വയർ ഇത്രയാണെങ്കിൽ what is S? Root of 4 into 10 to the power minus 8, which is 2 into 10 to the power minus 4 molar. അടുത്ത KSP തന്നിട്ടുണ്ട് 3.2 1 to the power 1 into 2 to the power 2 into S to the power 1 plus 2 എന്ന് പറഞ്ഞാൽ 4S cube ആണിത്. Or S cube is equal to 1/4 of 3.2 into 10 to the power minus 14, which is 8 into 10 to the power minus 15. Or S is cube root of 8 into 10 to the power minus 15, which is 2 into 10 to the power minus 5 molar. Second salt in the solubility കിട്ടി, first salt in the solubility കിട്ടി. Last salt KSP തന്നിരിക്കുന്നു 3 to the power 3 into 1 to the power 1 into S to the power 3 plus 1. So that will be 27 times S to the power 4. Or S to the power 4 is 1 by 27 of 2.7 into 10 to the power minus 15, which will be 1 to 10 to the power minus 16. S is 4th root of 10 to the power minus 16, which will be 1 into 10 to the power minus 4 molar. Now you arrange them. If arrange ചെയ്യാം, most soluble to least soluble ആണ് arrange ചെയ്യേണ്ടത്. So most highest value of S ഇയാൾക്കാണ്. So mx is most soluble. രണ്ടാമത്തെ solubility value വരുന്നത് ലാസ്റ്റ് ആൾക്കാണ്, അതായത് M3x. Least solubility വരിക second one, which is mx2. Hope this type of questions is clear. ഇവിടെ KSP നോക്കിയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് വെക്കരുത്. എപ്പോഴേ KSP ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് എഴുതി വെക്കാൻ പാടുള്ളൂ സിമിലർ സോൾട്ടുകളാണെങ്കിൽ, ഒരേ KSP S റിലേഷൻ ആണെങ്കിൽ don't waste time doing S. Directly compare KSP. Higher the KSP, higher the solubility. But if the salts are of different types, arrive at S. S ലേക്ക് എത്തിയിട്ട് compare their S values. Clear ആയോ? That was question number 11. അതായിരുന്നു നമ്മുടെ question number 11. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് പറയുമ്പോൾ ഞാൻ ആ കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കുക. We are moving on to question number 12. The value of log k to the base 10 ആണ് ചോദിച്ചിരിക്കുന്നത്. For the reaction A reversibly giving B, the value of log k എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. For a reaction A reversibly giving B, given delta H naught തന്നിരിക്കുന്നു, delta S naught തന്നിരിക്കുന്നു, R വാല്യൂ തന്നിരിക്കുന്നു, പിന്നെയും വളരെ സിമ്പിൾ ആക്കിയിട്ട് 2.303 into RT, 2.303 RTയും ചെയ്ത് തന്നിരിക്കുന്നു. എല്ലാം സിമ്പിൾ ആക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു what is
the value of log k. How is log k related to given things? തന്നിരിക്കുന്നത് ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ് ഒക്കെയാണ്. അതിൽ നമുക്ക് കാണാവുന്നത് എന്താണ്? ഡെൽറ്റ ആർ ജി നോട്ട്. ഡെൽറ്റ എച്ച് നോട്ട് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് നോട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കാണാവുന്നത് എന്താണ്? ഡെൽറ്റ ആർ ജി നോട്ട്. ആൻഡ് ഡെൽറ്റ ആർ ജി നോട്ട് ഈസ് റിലേറ്റഡ് ടു ലോഗ് കെ. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ നോക്കേണ്ടത്. ലോഗ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോഗ് കെ കിട്ടണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ആർ ജി നോട്ട് ഉണ്ടെങ്കിൽ കിട്ടും. ഡെൽറ്റ ആർ ജി നോട്ട് കിട്ടാൻ അവിടുത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് നോട്ട് ആൻഡ് ഡെൽറ്റ എസ് നോട്ട് ഡാറ്റ ആർ ഗിവൺ. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ആർ ജി നോട്ട് ഈക്വൽ ഡെൽറ്റ ആർ എച്ച് നോട്ട് മൈനസ് ടി ഡെൽറ്റ ആർ എസ് നോട്ട്. Delta RG naught is also equal to minus 2.303 RT log K. So the question is, what is log K here? Which will be delta RG naught divided by minus 2.303 into R into T. ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That's it. Log K എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? Delta RG naught by minus 2.303 R into T. എന്താ ഡെൽറ്റ ആർ ജി നോട്ട്? ഡെൽറ്റ ആർ എച്ച് നോട്ട് എത്രയാ തന്നിരിക്കുന്നത്? മൈനസ് 54.07 ജൂളിലാണ് ആൻസർ കൊടുക്കേണ്ടത് അല്ലേ? ജൂളിലാണ് ആൻസർ കൊടുക്കേണ്ടത്. വാല്യൂ ഓഫ് ലോഗ് കെ ആർ ഒക്കെ ജൂളിലാ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ ജൂളാക്കാം, കാരണം ഡെൽറ്റ എസ് ജൂളിലാ. അപ്പൊ ഇതിനെ ജൂളാക്കിയാൽ മൈനസ് 54.070 ജൂൾ. ഡെൽറ്റ ആർ എച്ച് നോട്ട് അവിടെ കിലോ ജൂളിലാ തന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക, എസ് ഒക്കെ ജൂളിലാ തന്നിരിക്കുന്നത്, ആറും ജൂളിലാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജൂളാക്കുക. മൈനസ് ടി ഇൻറ്റു എത്രയാ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത്? ടെമ്പറേച്ചർ 298 കെൽവിൻ. ഡെൽറ്റ ആർ എസ് നോട്ട് എത്രയാ? 10 ജൂൾ പെർ കെൽവിൻ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഡെൽറ്റ ആർ ജി നോട്ട് കിട്ടി. ഈ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാന്നാ തന്നിരിക്കുന്നത്? 5705. സോ ദിസ് ഈസ് മൈനസ് 5705. നിങ്ങൾ എത്രയാ കിട്ടുന്നേ നോക്കുക. ഇത് നിങ്ങൾക്ക് മൈനസ് 57050 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക. ഇത് മൈനസ് 5705. അപ്പൊ ദിസ് ബൈ ദിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 എന്ന് കിട്ടും. ലോഗ് കെ ഈസ് 10 എന്ന് കിട്ടും. കിട്ടുണ്ടോ? കിട്ടിയ ആൻസർ അങ്ങനെ ഡെൽറ്റ ആർ ജി നോട്ട് ചെയ്യാം. യെസ്, ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഫോർമുല ഓർമ്മ വേണം, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫോർ ദ പ്രോസസ് H2O ലിക്വിഡ്. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ഫോർ ദ പ്രോസസ് H2O liquid at 1 bar 373 Kelvin, giving H2O gaseous at 1 bar 373 Kelvin. The correct set of thermodynamic parameters is liquid water to gaseous water happening at 1 bar 373 Kelvin. എന്താ ഈ കണ്ടീഷന്റെ പ്രത്യേകത? What is special about this condition? Boiling point of water ആണ്. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇക്വിലിബ്രിയാണ്. ഇറ്റ്സ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇക്വിലിബ്രിയത്തിൽ എന്താ ഡെൽറ്റ ജി വാല്യൂ? ഇക്വിലിബ്രിയത്തിൽ എന്താണ് ഡെൽറ്റ? വെരി ഗുഡ്, 0. ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജി, കാരണം ഈ കണ്ടീഷൻ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ വാട്ടർ ഈസ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ അതൊരു ഇക്വിലിബ്രിയം പോയിന്റ് കൊണ്ട് തന്നെ ഡെൽറ്റ ജി 0. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെൽറ്റ എസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഡെൽറ്റ എസ് സിസ്റ്റം തന്നെ ആയിരിക്കും മീൻ ചെയ്യേണ്ട ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറഞ്ഞേനെ. അപ്പൊ ഡെൽറ്റ എസ് എന്തായിരിക്കും എന്നാണ്? ഡെൽറ്റ എസ് ലിക്വിഡ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ്. ഡെഫിനറ്റ്ലി എൻട്രോപ്പി ഇൻക്രീസസ്. അപ്പൊ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സിൻസ് ഡെൽറ്റ എസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എസ് സിസ്റ്റം ആയിരിക്കണം ചോദ്യം. ഡെൽറ്റ എസ് സിസ്റ്റം ആയിരിക്കണം ചോദ്യം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ലിക്വിഡ് വേപ്പർ ആവുമ്പോൾ എൻട്രോപ്പി കൂടും. അപ്പൊ ഡെൽറ്റ എസ് പോസിറ്റീവ്. Whereas since this condition says
it is equilibrium, delta G is 0. അപ്പൊ ഏത് കണ്ടീഷനാ ശരി? delta G 0, delta S positive. Going to question number 14. A monoatomic ideal gas undergoes a process in which moving on to question number 14. A monoatomic ideal gas undergoes a process in which the ratio of P to V at any instant. A monoatomic ideal gas undergoes a process in which the ratio of P to V at any instant is constant and equal to 1 always. What is the molar heat capacity of the gas? What is the molar heat capacity of the gas? തന്നിരിക്കുന്ന റിലേഷൻ PV റിലേഷൻ തന്നിരിക്കുന്നു. മോണോഅറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയുന്നു. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ഗ്യാസ്, ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole സബ്സ്റ്റൻസ് ത്രൂ 1 degree എന്തായിരിക്കും? ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് എന്ന് പറഞ്ഞ് തന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കുക. ആറുമായിട്ടുള്ള റിലേഷൻ, 6ലാണ് ഫൈനൽ ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ മോളാർ ഹീറ്റ് കപ്പാസിറ്റിനെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നമുക്കറിയാം ഒരു പ്രോസസ്സിൽ Q ഹീറ്റ് എക്സ്ചേഞ്ചിനെ, ഈ പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ചിനെ വിത്ത് റെസ്പെക്ട് ടു മോളാർ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻടു C stands for molar heat capacity into delta T. And here molar heat capacity ചോദിച്ചത് കൊണ്ട് നമുക്ക് N equal 1. So C equal Q by delta T. ഇതാണ് നമുക്ക് കാണേണ്ടത്. Do you agree? How is heat exchange related to change in temperature? എങ്ങനെ എഴുതാറ് നമ്മള്? Heat is equal to number of moles into molar heat capacity into rise in temperature. അല്ല, കൂളിംഗ് ആണെങ്കിൽ fall in temperature. ഈ റിലേഷൻ ഓർമ്മയുണ്ടാവും വിചാരിക്കും. ഇവിടെ ചോദ്യം എന്താണ്? ഇവിടെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി N1, C എന്താന്നാ ചോദിച്ചിരിക്കുന്നത്? C is equal to Q by delta T provided we started with 1 mole. പിന്നെ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? പിയും വി ഒക്കെ വേരിയബിൾ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അറ്റ് എനി ഇൻസ്റ്റന്റ് P by V എന്ന് പറയുമ്പോൾ പിയും വിയും മാറുന്നുണ്ട്. പക്ഷെ അവർ മാറുന്നത് എപ്പോഴും എങ്ങനെയാണ്? P by V കോൺസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അവർ മാറുന്നുണ്ട്, പക്ഷെ അവർ എങ്ങനെ മാറുന്നു? P by V റേഷ്യോ കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് എപ്പോഴും 1 ആക്കി നിർത്തിക്കൊണ്ടാണ് മാറുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയൽ ഗ്യാസിന് for 1 mole of an ideal gas, for 1 mole of an ideal gas, you can write PV is RT. PV is RT. Heat capacity ചോദിച്ചുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ടിയും വേരിയബിൾ ആണ്. ടെമ്പറേച്ചർ റൈസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പിയും മാറുന്നുണ്ട്, വിയും മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P delta V plus V delta P. For 1 mole of an ideal gas, PV is RT. P delta V plus V delta P is R is a constant, R delta T എന്ന് എഴുതാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? P by V at any instant is constant, which is 1. Or you can say P delta P is equal to delta V. P is equal to V. P by V is 1. P by V is 1 മാത്രമല്ല, P is equal to V എന്ന് മാത്രമല്ല, ചേഞ്ച് ചെയ്യുമ്പോഴും എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത്? ഒരേപോലെയാ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ആയിട്ടാണ് മാറുന്നത്. അഥവാ നമുക്ക് ഈ ഇക്വേഷനില് പി ഡെൽറ്റ വി വിൽ ബി ഈക്വൽ ടു വി ഡെൽറ്റ പി.
കാരണം ഈ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ this should be true. P by V is always 1. ചേഞ്ച് ചെയ്യുമ്പോഴും എങ്ങനെയാ ചേഞ്ച് ഒരേപോലെ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനില് P delta V is equal to V delta P, or you can say 2P delta V is equal to R delta T, or P delta V is equal to R by 2 delta T. P delta V എന്ന് പറയുന്നത് എന്താണ്? R by 2 delta T ആണ്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? Q by delta T. Q കിട്ടണം. മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് P ഡെൽറ്റ വി ഇക്വേഷൻ എടുത്താൽ ഇതിൽ നിന്ന് Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു plus P delta V. And for a monoatomic ideal gas, delta U can be written as NCV delta T. NCV ideal gas inde delta U എന്താ? N times CV delta T. മോളാർ ആയതുകൊണ്ട് N1. അപ്പൊ CV delta T plus P delta V. CV for a monoatomic ideal gas. CV for a monoatomic ideal gas. എന്താ? 3 by 2 R delta T plus from here P delta V എടുത്ത് ഇങ്ങോട്ട് എഴുതാം. എന്താ നമുക്ക് ഈ ഗ്യാസിനെ സംബന്ധിച്ച് എപ്പോഴും അല്ല ഈ കണ്ടീഷൻ അനുസരിച്ച് P delta V എങ്ങനെ എഴുതാം? R by 2 delta T, or Q is equal to 4 R by 2 delta T, or what is molar heat capacity? C Q by delta T, which is this divided by T, which is 4R by 2. അഥവാ 2R is the right answer. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെ ഒരു കണ്ടീഷൻ തന്നാലും ആ കണ്ടീഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യം തന്നെ മീനിങ്സ് മനസ്സിലാക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത്? മോളാർ ഹീറ്റ് കപ്പാസിറ്റി എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നോക്കുക. എന്താ മോളാർ ഹീറ്റ് കപ്പാസിറ്റി? ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole of substance to 1 degree. അപ്പൊ നമ്മൾ നോക്കുക ഹീറ്റും മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ ചെയ്യാറ്? നമ്മള് Q എക്സ്ചേഞ്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ. ഇപ്പൊ സ്പെസിഫിക് ഹീറ്റ് ആണ് തന്നതെങ്കിൽ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് വെച്ച് ചെയ്യുന്നത് പോലെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ടുള്ള റിലേഷൻ എന്താണ്? moles into molar heat capacity into delta T. Since we are talking about 1 mole, n നെ 1 ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് അവിടെ C is equal to Q by delta T എന്ന് ചെയ്യാം. N is 1. ഇനി നമുക്ക് ഈ Q ആണ് കിട്ടേണ്ടത്. Q കിട്ടാൻ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ എന്താണ്? ഡെൽറ്റ U is equal to Q plus W. W is minus P delta V. So delta U is Q minus P delta V, or Q is equal to delta U plus P delta V. എന്താ delta U of an ideal gas? ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഡെൽറ്റ യു എന്താണ്? 1 മോളിന് CV delta T. ടോട്ടൽ n മോൾസിനാണെങ്കിൽ n into CV into delta T. CV delta T. എന്താ CV of an monoatomic ideal gas? 3 by 2 R. മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസിന്റെ CV എന്താ? 3 by 2 R. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? CVയുടെ സ്ഥാനത്ത് 3 by 2 R into delta T plus P delta V. ഇനി P delta V നെ നമുക്ക് ഫൈനൽ ആൻസർ ആറിലാ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ആറിൽ എങ്ങനെ കിട്ടാമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? PV is nRT, N1 ആവുമ്പോൾ PV is RT. ഇവിടെ P യും V യും വേരിയബിൾസ് ആണ്. അതുകൊണ്ട് P delta V plus V delta P is equal to R into delta. ഇനി എങ്ങനെയാ അവര് വേരി ചെയ്യുന്നതെന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും P by V റേഷ്യോ കോൺസ്റ്റന്റ് 1 ആക്കി നിർത്തിക്കൊണ്ട് എന്ന് പറയുമ്പോൾ P ഈക്വൽ V ആണ്, ചേഞ്ചും ഒരുപോലെ ആയിരിക്കും. ഡെൽറ്റ P ഈക്വൽ ഡെൽറ്റ V ആയിരിക്കും. ഓൾസോ യു ക്യാൻ റൈറ്റ് P delta V equal V delta P, or 2P delta V is R delta T, or P delta V is R by 2 delta T. അതിനടുത്ത് ഇവിടെ ഇട്ടു.
അപ്പൊ നമുക്ക് എന്താ കിട്ടി 4/2 r delta t അഥവാ 2r delta t എന്ന് കിട്ടും. or c എന്ന് പറയുമ്പോൾ q by delta t. so that will come out to be 4r/2 or 2r എന്ന ആൻസർ കിട്ടും. ഇങ്ങനെ ഏത് കണ്ടീഷൻ തന്നാലും ആ കണ്ടീഷൻ സ്യൂട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് ഒന്നുപോലും അറിയാത്ത കോൺസെപ്റ്റേ വന്നിട്ടില്ല. ഒരു ഫോർമുലയോ ഒരു കോൺസെപ്റ്റോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ അറിയാത്ത എല്ലാം നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ ഉപയോഗിച്ചു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. തന്ന കണ്ടീഷനിൽ എങ്ങനെ അത് സ്യൂട്ടബിൾ. അതുപോലെ നമുക്ക് ഹൗ ഈസ് ഹീറ്റ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ടു മോളാർ ഹീറ്റ് കപ്പാസിറ്റി അതും അറിയാം. ഹൗ ഹീറ്റ് റിലേറ്റഡ് ടു മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ആ ഹീറ്റിനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് കണക്ട് ചെയ്തു. അതിൽ വരേണ്ട പി ഡെൽറ്റ വിനെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്തു. ദിസ് ഈസ് ഹൗ വി വെന്റ് അബൌട്ട്. അപ്പൊ തന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എല്ലാം ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. അൾട്ടിമേറ്റ്ലി 6 ആൻസർ കിട്ടണം. ശ്രദ്ധിക്കാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 15. Moving on to question number 15. Ag plus first equation given is Ag ion plus ammonia ligand giving a complex AgNH3 plus whose equilibrium constant is 3.5 into 10 to the power minus 3. Second equation given already ഒരു ലിഗാൻഡ് ഉള്ള ഈ കോംപ്ലക്സ് ഒരു ലിഗാൻഡും കൂടി ആയിട്ട് വീണ്ടും റിവേഴ്സിബിളി ഫോമിംഗ് എ കോംപ്ലക്സ് AgNH3 twice plus whose K2 is 1.7 into 10 to the power minus. Chodyam, what is the formation constant of? What is the formation constant of the complex AgNH? Clubbing, your coordination chemistry formation constant പഠിക്കുന്നുണ്ട്. എന്താ ഫൈനൽ ഫോർമേഷൻ കോൺസ്റ്റന്റ് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ഏത് അയോൺ ആണോ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റൽ ഇൻ സീറോ സ്റ്റേറ്റിലാണെങ്കിൽ ഏത് സ്റ്റേറ്റിലത് ആ മെറ്റൽ അയോൺ പ്ലസ് എത്ര ലിഗൻസ് ഉണ്ടോ ആകെ അത് ഇവിടെ 2 ligands 2NH3 reversibly giving the final complex AgNH3 twice plus. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെയാ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് AgNH3 twice plus divided by concentration of Ag plus into concentration of ammonia square. ഈ കേക്ക് പറയുന്ന പേരാണ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദിസ് കോംപ്ലക്സ്. ഇതിനെ പറയുന്ന പേരാണ് ഫോർമേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി കോംപ്ലക്സ്. അപ്പൊ ചോദ്യം ഇതിന്റെ ഫോർമേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഇക്വേഷന്റെയാ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ആസ്ക്ഡ് ഹിയർ? K4 formation constant of AgNO3 twice ചോദിച്ചാൽ അതിന്റെ അർത്ഥം K of ഏത് റിയാക്ഷനാ? Ag plus plus 2NH3 giving AgNH3 twice plus. ഇതിന്റെ K കാണാനാണ്. What is K of this? വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ടേക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ Ag plus ഇവിടെ Ag plus ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഇക്വേഷനില് AgNH3 twice റൈറ്റിലുണ്ട്, ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റും സെക്കൻഡും കൂടി ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് തേർഡ് ഇക്വേഷൻ, റൈറ്റ്? ഇഫ് യു ആഡ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2,
This will become 2 ammonia. This will get cancelled left and right. You will end up with Ag plus 2NH3 giving Ag. ഇതിന്റെ Ka ചോദിച്ചിട്ടുള്ളൂ. So if you arrive at an equation by adding 2 equations, then its equilibrium, and all the 3 are reversible reactions ആണെങ്കിൽ equilibrium constant of the final reaction can be written as the product of equilibrium constants of individual steps. ഇവരുടെ K നെ ആഡ് ചെയ്യല്ല വേണ്ടത്. Unlike thermodynamic parameters, ഇതിന്റെ ഡെൽറ്റ എച്ച് അറിയാം, ഇതിന്റെ ഡെൽറ്റ എച്ച് അറിയാം. ഇതിന്റെ ചോദിച്ചാൽ ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുമ്പോൾ K1 into K2. ഒരു പുതിയ ഇക്വേഷനെ കിട്ടുന്നു by adding 2 equations. Then if you know the equilibrium constant of the 2 equations, how do you get the equilibrium constant of the third equation? The product of equilibrium constants of the 2 steps. Appo K is equal to K1 into K2. That's all you have to do. About 3.5 into 10 to the power minus 3 into 1.7 into 10 to the power minus 3. Option dog aanu kittandad. Are you getting that? Option dog kittunundo nokka. Yes. Last question. Innu nammal 10:30 ആവുന്നു. ഒരു മിനിറ്റും കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കൊക്കെ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16 കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 16 പറയുന്നത്? The direct conversion of A to B is difficult. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? A to C പോകുന്നു, C to D പോകുന്നു, D to B പോകുന്നു. ഡയറക്റ്റ് ആയിട്ട് A to B എന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എയിൽ നിന്ന് നമ്പർ ഓഫ് സ്റ്റെപ്പ്, സിംഗിൾ സ്റ്റെപ്പ് A to B, നമ്പർ ഓഫ് സ്റ്റെപ്സ് A to C, C to D, D to B. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എസ് ഓഫ് A to C. ഡെൽറ്റ എസ് ഓഫ് A to C എത്രയാ? 50 എൻട്രോപ്പി യൂണിറ്റ്സ്. ഡെൽറ്റ എസ് ഓഫ് C to D is 30 entropy units, and delta S of B to D is 20 entropy units. Engil, what will be the delta S of A to B? എന്ത് ചെയ്താൽ മതി? A to B യുടെ കാണാൻ ഈ സ്റ്റെപ്സിന്റെ ഒക്കെ ഡെൽറ്റ എസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡെൽറ്റ എസ് A to C പ്ലസ് ഡെൽറ്റ എസ് C to D പ്ലസ് ഡെൽറ്റ എസ് D to B ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? A to C 50 പ്ലസ് C to D 30 പ്ലസ് D to B ആണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് B to D ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക, 20. അപ്പൊ D to B എന്തായിരിക്കും? -20. തന്നിരിക്കുന്നത് B to D ആണ്. നമ്മൾ ചെയ്യേണ്ടത് A to C പ്ലസ് C to D പ്ലസ് D to B. അത് തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോയാലുള്ള വാല്യൂ. ഒരു സ്റ്റെപ്പിൽ ചെയ്താലും നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ചെയ്താലും ഡെൽറ്റ എസ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇതിന്റെ എസ് ആണ് തീരുമാനിക്കുക വാട്ട് ഈസ് ഡെൽറ്റ എസ്. അതെനിക്ക് സിംഗിൾ സ്റ്റെപ്പിൽ പോയാലും നമ്പർ ഓഫ് സ്റ്റെപ്സിൽ. ഇതിന്റെ വർക്ക് ഡൺ എഴുതാ ചോദിച്ചാൽ അങ്ങനെയല്ല. വർക്ക് ഡണ്ണ് A to B ഡയറക്റ്റ് പോകുമ്പോൾ അതേ വർക്കല്ല നമ്പർ ഓഫ് സ്റ്റെപ്പ്. പക്ഷെ ഡെൽറ്റ എസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എസ് ബി മൈനസ് എസ് എ അതെനിക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്ത് കിട്ടാം, അല്ല എങ്കിൽ എനിക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ കൂടി കിട്ടാം. നമ്പർ ഓഫ് സ്റ്റെപ്സിൽ കൂടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നിലും ഡെൽറ്റ എസ് ആഡ് ചെയ്യണം. A to C 50 പ്ലസ് C to D 30 പ്ലസ് D to B is -20. കാരണം തന്നിട്ടുള്ളത് D to D ആ. അപ്പൊ 50 പ്ലസ് 30 പ്ലസ് -20 which will be plus 60 entropy units. So that was the 16th question. I'm stopping here. 17th തൊട്ടുള്ളതൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വരിക. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ആൻസർ ചെയ്യാം എന്റെ ക്വസ്റ്റ്യൻസിന്. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലാണോ? അല്ല, സ്പീഡ് കൂടുതലല്ല. ഇനി സ്പീഡ് കുറവാണോ? കുറച്ചും കൂടെ സ്പീഡിൽ പോണോ? സ്പീഡ് കുറവാണോ? കുറച്ചും കൂടെ സ്പീഡിൽ പോണോ? വേണ്ട, ഇതേ സ്പീഡിൽ പോവാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോയാൽ നമുക്ക് പോർഷൻ തീർത്തിട്ട് പിന്നെയും എക്സ്ട്രാ ഒക്കെ പറഞ്ഞു തരാനുള്ള സമയം കിട്ടുന്നുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് വരിക. ഫസ്റ്റ് ഇയറിലത്തെ എല്ലാ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. വീക്കെൻഡ് പരീക്ഷയ്ക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ,
Thank you, children.